ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ കൃപയാൽ നമുക്ക് വീണ്ടും ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം നൽകുന്ന ദൈവത്തിന്റെ വലിയ കൃപകൾക്കായി സ്തുതിക്കുന്നു. ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിൽ നിന്നാണല്ലോ നാം തുടർച്ചയായി പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 3-ാം അധ്യായം നമ്മൾ കാണുന്നത് വിശ്വാസമുള്ള നീതീകരണത്തെ കുറിച്ചാണ് കൂടുതലായി ഊന്നൽ ചെയ്ത് പറയുന്നത്. അവിടെ ആദ്യത്തെ 5 വാക്യങ്ങളിൽ നാം കാണുന്നുണ്ട്, അവരുടെ അവര് ആ കേട്ട വചനത്തിൽ നിന്ന് പെട്ടെന്ന് ആ സുവിശേഷം തെറ്റിപ്പോകാൻ ഇടയായി തീർന്നത് കൊണ്ട് അവരോട് പറയുകയാണ്, മറ്റൊരു പ്രവൃത്തികളും നിങ്ങളെ ദൈവസന്നിധിയിലേക്ക് അടുപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ രക്ഷയ്ക്ക് ആധാരമായി തീരുന്നില്ല. അവരുടെ പേഴ്സണൽ എക്സ്പീരിയൻസിന്റെ വെളിച്ചത്തിൽ അവരോട് ചോദിക്കുന്നു, നിങ്ങൾ എങ്ങനെയാ ദൈവത്തിങ്കിലേക്ക് വന്നത്? രണ്ടാമത്തെ ഭാഗം നമ്മൾ കാണുന്നത് തിരുവെഴുത്തിന്റെ വെളിച്ചത്തിൽ എങ്ങനെയാണ് ദൈവം വിശ്വാസികളെ നീതീകരിക്കുന്നതെന്ന് പറയുന്നു. മൂന്നാമത്തെ ഭാഗം കാണുന്നത് യുക്തിയുടെ വെളിച്ചത്തിൽ. ഇവിടെ ന്യായപ്രമാണവും അതുപോലെ തന്നെ വാഗ്ദത്തങ്ങളും തമ്മിൽ താരതമ്യപ്പെടുത്തിയിരിക്കുന്നു. വാഗ്ദത്തത്തിന്റെ ഔന്നത്യവും ന്യായപ്രമാണത്തിന്റെ ബലഹീനതയും ചൂണ്ടിക്കാട്ടുന്നു. എന്നിരിക്കെ വിശ്വാസമുള്ള നീതീകരണത്തിനാണ് ഊന്നൽ നൽകുന്നത്. അപ്പം നമ്മൾ 1 മുതൽ നമ്മൾ 8 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ച് നിർത്തിയത്. 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ അവരോട് പറഞ്ഞ് അവരുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് നിങ്ങൾ തന്നെ പറ, നിങ്ങൾ എങ്ങനെയാണ് ക്രിസ്തുവിനെ അറിയാൻ കഴിഞ്ഞത്, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് വിശ്വാസത്തിലേക്ക് വന്നത്? ആ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരച്ചു കാട്ടി. അവരോട് പറയുന്ന ഇല്ലാത്ത ഗലാത്യരെ എന്നാ പറയുന്നത്. അവരാ നല്ല ഒരു സത്യ സുവിശേഷത്തിലേക്ക് വന്നിട്ട് വേറൊന്നിലേക്ക് മറിഞ്ഞു കളഞ്ഞു പോകുമ്പോ അവരെ ബുദ്ധിയില്ലാത്തവരെന്നല്ലാതെ എന്താ വിളിക്കേണ്ടതല്ലേ? ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിന്റെ സുവിശേഷം നിങ്ങളോട് ഞാൻ അറിയിച്ചു, നിങ്ങളിൽ ദൈവം ആത്മാവിനെ നൽകി, അതുപോലെ തന്നെ നിങ്ങൾ സുവിശേഷത്തിന് വേണ്ടി കുറേയേറെ സഹിച്ചു, അതുപോലെ തന്നെ നിങ്ങളുടെ ഇടയിൽ ദൈവം വീര്യപ്രവൃത്തി ചെയ്തു. നിങ്ങളൊന്ന് നോക്ക്, നിങ്ങൾ ആ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലാണോ ദൈവത്തിങ്കിലേക്ക് വന്നത്, അതല്ല വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിനാലാണോ എന്ന് ചോദിക്കുന്നു. രണ്ടാമത്തെ ഭാഗം 6 മുതലുള്ള വാക്യങ്ങളിൽ, നമ്മൾ 8 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്, നിങ്ങൾ വിശ്വാസത്താൽ അല്ലേ ദൈവസന്നിധിയിലേക്ക് വന്നത്? എന്നിട്ട് അവരോട് പറയുകയാണ്, യഹൂദ മതാനുസാരികൾ അവരുടെ ഇടയിൽ കയറി അവരെ ദുരുപദേശങ്ങൾ പഠിപ്പിച്ചു. വിശ്വാസത്തിന് ക്രിസ്തുവിലുള്ള വിശ്വാസം മാത്രം പോരാ, മറ്റു പലതും വേണം എന്നൊക്കെ അവരെ പഠിപ്പിച്ച് അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലാണോ നിങ്ങൾ നീതീകരിക്കപ്പെട്ടത്? അല്ലല്ലോ, നിങ്ങൾ വിശ്വാസത്താലല്ലേ നീതീകരിക്കപ്പെട്ടത്? അതുപോലെ തന്നെ അവരോട് തിരുവഴുത്തിൽ നിന്ന് ഒരു എക്സാമ്പിൾ അവരുടെ പൂർവ്വപിതാവ് അല്ലെ യഹൂദമതസ്ഥരുടെ പൂർവ്വപിതാവായ അബ്രഹാമിനെ അവർക്ക് എക്സാമ്പിൾ ആയിട്ട് കാണിച്ചു കൊടുക്കുക. അബ്രഹാമും പ്രവൃത്തിയാലല്ല നീതീകരിക്കപ്പെട്ടത്, അബ്രഹാമും വിശ്വാസത്താലാണ് നീതീകരിക്കപ്പെട്ടത് എന്ന് പറയുന്നു. അപ്പം അവിടെ വിശ്വാസിയായ വിശ്വാസികളുടെ പിതാവായ അബ്രഹാം പ്രവൃത്തിയാലല്ല വിശ്വാസത്താൽ അത്രയും നീതീകരിക്കപ്പെട്ടത് എന്ന് നമ്മൾ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ കാണിച്ചു, സകല ജാതികളും അബ്രഹാമിലൂടെയാണ് നീതീകരിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ അനുഗ്രഹിക്കപ്പെടുന്നത് എന്ന് പറഞ്ഞു. അബ്രഹാമിലൂടെ അല്ല നീതീകരിക്കപ്പെടുന്നത്, അബ്രഹാമിലൂടെയാണ് അനുഗ്രഹിക്കപ്പെടുന്നത് എന്ന് പറയുന്ന. യഹൂദനെന്നോ യവനെന്നോ വ്യത്യാസമില്ല, എല്ലാവരും ക്രിസ്തുവിലൂടെയാണ്, വിശ്വാസത്താലാണ് ദൈവത്തിങ്കിലേക്ക് വരുന്നത്. അപ്പൊ അബ്രഹാമിനെ ദൈവം വിളിച്ചപ്പോ കുറെ ഭൗതിക നന്മകൾ എങ്കിലും നമ്മളതാ പറഞ്ഞു നിർത്തിയത്, ആ ഭൗതിക നന്മകൾ നൽകിയിരുന്നു എങ്കിലും, പക്ഷെ ആത്യന്തികമായ ദൈവത്തിന്റെ ലക്ഷ്യമെന്ന് പറഞ്ഞ് തന്റെ പുത്രനെ അബ്രഹാമിനെ വിജാതിയരുടെ അല്ലെങ്കിൽ വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന ഇടയിൽ നിന്ന് അബ്രഹാമിനെ സത്യദൈവത്തിങ്കിലേക്ക് വിളിക്കുകയും സത്യദൈവത്തെ അറിയുവാൻ ഇടയാക്കി തീർക്കുകയും ആ അബ്രഹാമിലൂടെ ഒരു ജനതയെ പുറപ്പെടുവിച്ച് അതിലൂടെ അബ്രഹാമിന്റെ സന്തതിയിലൂടെ ക്രിസ്തുവിനെ കൊണ്ടുവരിക, സകല മാനവ കുലത്തിന്റെയും രക്ഷയ്ക്കായി, സകല ജാതികളുടെയും പാപ പരിഹാരത്തിനായി തന്റെ പുത്രനെ ആ ജനറേഷനിലൂടെ, ആ വംശാവലിയിലൂടെ ഈ ലോകത്തിലേക്ക് അയക്കുക എന്നതായിരുന്നു ദൈവത്തിന്റെ ആത്യന്തികമായ പദ്ധതി. ആ പദ്ധതിയിലാണ് അബ്രഹാമിനെ ദൈവം വിളിച്ചത്. അബ്രഹാം പ്രവൃത്തിയാലല്ല നീതീകരിക്കപ്പെട്ടത്, അബ്രഹാം വിശ്വാസത്താലാണ് നീതീകരിക്കപ്പെട്ടത്. അപ്പൊ ആ അബ്രഹാമിലൂടെ ദൈവം
ജാതികളെ നീതീകരിക്കും നമ്മൾ കണ്ടു. അതുപോലെ നമ്മെ ഓരോരുത്തരെയും ദൈവം കണ്ടു. എല്ലാവരെയും നീതീകരിക്കപ്പെട്ടു എന്ന് പറഞ്ഞാലും നമ്മളുടേതായ പേഴ്സൺ, അങ്ങനെയാണ് പറഞ്ഞു നിർത്തിയെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് നമ്മെയും ദൈവം അബ്രഹാമിലൂടെ കണ്ടു. അങ്ങനെയാണ് ദൈവം വിശ്വാസത്താൽ മനുഷ്യരെ നീതീകരിക്കുന്നത് എന്ന് പറഞ്ഞു. ഇനി നമ്മള് അത് ഒരു അബ്രഹാമിനോട് ഒരു സുവിശേഷം അറിയിച്ചതായി നമ്മൾ പഠിച്ചു. അത് ഏത് സുവിശേഷമായിരുന്നു? ജാതികളിലൂടെ ദൈവം അബ്രഹാമിലൂടെ ഒരു ജാതിയെ വീണ്ടെടുക്കും എന്നുള്ള ഒരു സുവിശേഷം അല്ലെ. ആ അബ്രഹാമിലൂടെ ഒരു ആത്മീക സന്തതി പരമ്പര ഉണ്ടാകും എന്നുള്ള സുവിശേഷം തിരുവഴുത്ത് മുൻ കണ്ടിട്ട് അത് അബ്രഹാമിനോട് അറിയിച്ചു എന്നാണ് നമ്മൾ കണ്ടത്. ഇനി നമുക്ക് 9-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. 9-ാമത്തെ വാക്യം: അങ്ങനെ വിശ്വാസിയായ അബ്രഹാമിനോടുകൂടെ അനുഗ്രഹിക്കപ്പെടുന്നു. അപ്പൊ അബ്രഹാമിലൂടെ ഒരു ജനതയെ കൊണ്ടുവന്ന് അതിലൂടെ സകല ജാതികളെയും ക്രിസ്തുവിങ്കലേക്ക് നയിക്കുക, രക്ഷയിലേക്ക് നയിക്കുക. അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുവിലൂടെ ജാതികൾക്ക് ലഭിക്കുക എന്നതായിരുന്നു ദൈവത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം. ഇവിടെ ഞാനിപ്പോൾ പറഞ്ഞായിരുന്നു, യഹൂദനെന്നോ യവനെന്നോ വ്യത്യാസമില്ല. എല്ലാവരും വിശ്വാസത്താലാണ് നീതീകരിക്കുന്ന. ആരുടെ പ്രവൃത്തികളാലും നീതീകരിക്കപ്പെടുകയില്ല. അപ്പൊ ന്യായപ്രമാണം മാത്രമുള്ളവരാണ് വിശ്വാസികൾ എന്നു വരികിൽ ദൈവം അവിടെ മുഖപക്ഷം കാണിക്കുകയല്ലേ. ദൈവത്തിന് മുഖപക്ഷമില്ല എന്ന് നമ്മൾ വചനം വായിക്കുന്നു എങ്കിൽ ആ ഒരു ന്യായപ്രമാണത്തിലോടോ മറ്റുള്ള പ്രവൃത്തികളിലോടോ ദൈവം അങ്ങനെ ഒരു ജനതയെ കൊണ്ടുവരികയാണെങ്കിൽ അത് ചിലർക്ക് മാത്രം കഴിയുന്ന ഒരു പ്രവൃത്തിയായിരുന്നു അല്ല, ആ ഒരു കാര്യമായിരുന്നു. ദൈവം എല്ലാവരെയും ഒരേ കാര്യത്തിന്റെ വിശ്വാസം എന്ന ഒരു അടിസ്ഥാനം മാത്രം വെച്ചിട്ട് എല്ലാവരെയും വിശ്വാസത്തിലൂടെയാണ് നീതീകരിക്കപ്പെടുന്നത്. അല്ല, റോമാലേഖനം പറയുന്നത് ന്യായപ്രമാണമുള്ളവർ മാത്രമല്ല വിശ്വാസികൾ, അബ്രഹാമിന്റെ വിശ്വാസമുള്ളവരും ദൈവത്തിങ്കിലേക്ക് വിശ്വാസികളായി തീരുന്നു. അബ്രഹാമിന് പരിച്ഛേദനയാൽ അല്ല നീതീകരിക്കപ്പെട്ടത്. അബ്രഹാമിന് പരിച്ഛേദനയ്ക്ക് മുമ്പേ അഗ്രജന്മത്തിൽ വെച്ചുണ്ടായ വിശ്വാസമാണ് അബ്രഹാമിന് നീതിയായി കണക്കിട്ട എന്ന് പറയുന്നത്. അപ്പൊ ദൈവമുഖപക്ഷം കാണിക്കുന്ന ന്യായപ്രമാണമുള്ളവർ മാത്രമല്ല അവകാശികളാകുന്നത്, വാഗ്ദത്തമുള്ളവർ അവകാശികളാണ് എന്ന് നമ്മൾ വായിക്കുന്നത്. നമുക്കൊന്ന് വായിച്ചു പോകാം. ഒരു റിവിഷന് വേണ്ടി റോമാലേഖനം 4-ാം അധ്യായത്തിന്റെ കുറച്ച് ഭാഗങ്ങൾ വായിച്ചിട്ട് മുമ്പോട്ട് പോകാം. ഓക്കെ, 4:13 ലോകാവകാശി ആകും എന്നുള്ള വാഗ്ദത്തം അബ്രഹാമിനോ അവന്റെ സന്തതിക്കോ ന്യായപ്രമാണത്താലല്ല വിശ്വാസത്താലിന്റെ നീതിയാലല്ലോ ലഭിച്ച. ന്യായപ്രമാണം കൊടുത്തിരുന്നില്ലല്ലോ അന്നത്തെ കാലത്ത് അബ്രഹാമിന്. 14 എന്നാൽ ന്യായപ്രമാണമുള്ളവർ അവകാശികൾ എങ്കിൽ വിശ്വാസം വ്യർത്ഥവും വാഗ്ദത്തം ദുർബലവും എന്ന് വരും. 16 അതുകൊണ്ട് കൃപാദാനമെന്നു വരേണ്ടതിന് വിശ്വാസത്താൽ അത്രേ അവകാശികളാകുന്നത്. വാഗ്ദത്തം സകല സന്തതിക്കും ന്യായപ്രമാണമുള്ളവർക്ക് മാത്രമല്ല അബ്രഹാമിന്റെ വിശ്വാസമുള്ളവർക്ക് കൂടെ ഉറപ്പാകേണ്ടത് തന്നെ. ഇനി അത് കഴിഞ്ഞിട്ട് 17-ാമത്തെ വാക്യം പറയുന്നു, മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അവൻ നമുക്കെല്ലാവർക്കും പിതാവാകേണ്ടത് തന്നെ. ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കി വെച്ചു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നമുക്ക് ഇനി 20 ദൈവത്തിന്റെ വാഗ്ദത്തത്തിങ്കൽ വിശ്വാസത്തിൽ സംശയിക്കാതെ വിശ്വാസം ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. അപ്പൊ എന്നിട്ട് പറഞ്ഞു അവനത് നീതിയായി കണക്കിട്ടു. 23-ാമത്തെ വാക്ക് പറഞ്ഞു അവന് കണക്കിട്ടു എന്ന് എഴുതിയിരിക്കുന്നത് അവനെ വിചാരിച്ചു മാത്രമല്ല നമ്മെ വിചാരിച്ചും കൂടെ ആകുന്നു. 24-25 നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിന് ഏൽപ്പിച്ച് നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചുമിരിക്കുന്ന നമ്മുടെ കർത്താവ് യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനിൽ വിശ്വസിക്കുന്ന നമുക്ക് എല്ലാവർക്കും കൂടെ കണക്കിടുവാനുള്ളത് തന്നെ. അപ്പൊ ന്യായപ്രമാണമുള്ളവർ മാത്രമല്ല വാഗ്ദത്തത്താലാണ് നീതീകരിക്കപ്പെടുന്നത്. ദൈവത്തിന്റെ വാഗ്ദത്തമാണ് മുമ്പിൽ നിൽക്കുന്നത്. ആ ഔന്നത്യം, ദൈവത്തിന്റെ വാഗ്ദത്തത്തിന്റെ ഔന്നത്യത്തെയാണ് അവിടെ കാണിക്കുന്നത്. അപ്പൊ എന്നിട്ട് നമ്മള് ഗലാത്യലേഖനം 3:14 ഇങ്ങനെ പറയുന്നു, അബ്രഹാമിന്റെ അനുഗ്രഹം യേശു ക്രിസ്തുവിലൂടെ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ എന്ന് പറയുന്നു. അപ്പം
ആ ഒരു വിശ്വാസത്താലാണ് നീതീകരണം എന്ന ഇതാണ് പറയുന്നത്. അപ്പൊ അതുപോലെ തന്നെ നമ്മള് അബ്രഹാമിലൂടെ ഒരു സന്ദേശം വീണ്ടെടുക്കും എന്ന് പറഞ്ഞെങ്കിലും പക്ഷെ നമ്മൾ എല്ലാവരും നീതീകരിക്കും ദൈവത്തിന്റെ കൃപയാലാണ്, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ കൃപയാലാണ് എന്ന് പറയുന്നത്. ആ ക്രിസ്തുവിന്റെ കൃപയാലാണ് നമുക്ക് കൃപമേൽ നമുക്ക് വന്നിരിക്കുന്നതെന്ന് യോഹന്നാന്റെ സുവിശേഷം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യം, ഒന്ന് വായിച്ചു വിടുന്നേ ഉള്ളൂ, എടുക്കണ്ട. ഞാൻ 1:16 ഇങ്ങനെ പറഞ്ഞു, അവൻ പറയുന്നു അവന്റെ നിറവിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. അതുപോലെ തന്നെ കൊലോസ്യ ലേഖനത്തിൽ പറയുന്നു അവനിൽ നമ്മൾ പരിപൂർണരായിരിക്കും, നമുക്ക് വേറെ ഒന്നും വേണ്ട, അവനിൽ ക്രിസ്തുവിൽ നാം പരിപൂർണരായിരിക്കുന്നു എന്ന് പറയുന്നു. ഒന്ന് വായിച്ചു വിടാം. 2:9, കൊലോസ്യ ലേഖനം 2:9, അവനിലല്ലോ ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്, എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയെ അവനിൽ നിങ്ങൾ സമ്പൂർണരായി അല്ലെങ്കിൽ പരിപൂർണരായിരിക്കുന്നു. വേറെ ഒന്നിന്റെ ആവശ്യമില്ല. നമ്മൾ ക്രിസ്തുവിൽ പരിപൂർണരാണ്. ക്രിസ്തുവിനാൽ നമുക്ക് ഏറ്റവും വിലയേറിയതായ സകല വാഗ്ദത്തങ്ങളും വച്ചിരിക്കുന്നു. നമ്മള് റോമാലേഖനം 8 പറയുന്നു, നാം ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിന് അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും. ക്രിസ്തുവിനാലുള്ള അനുഗ്രഹം 2 പത്രോസ് 1:3-4 ഞാനൊന്ന് വായിക്കാം. അവൻ 2 പത്രോസ് 1:3-4 തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്തിൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നു. അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് പറയുന്നു, ഇവയാൽ നിങ്ങൾ ലോകത്തിൻ മോഹത്താല നാശം വിട്ടൊഴിഞ്ഞ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുമെന്ന് പറഞ്ഞ ക്രിസ്തുവിലൂടെ നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് ലഭിക്കുന്നത്. അപ്പം അപ്പോൾ ഇവിടെ അവരോട് പറയുകയാണ്, തിരുവെഴുത്തുകളുടെ അടിസ്ഥാനത്തിൽ യഹൂദന്മാരുടെ സാക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന ഏവരും അബ്രഹാമിനോടുകൂടെ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പൊ നമ്മൾ വായിച്ച വാക്യതല്ല, വിശ്വാസികൾ അബ്രഹാമിനോടുകൂടെ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ വിശ്വാസിയെ അബ്രഹാമിനോടുകൂടെ നീതീകരിക്കുന്നു. അബ്രഹാം വിശ്വാസത്താലാണ് നീതീകരിക്കപ്പെട്ടത്. വിശ്വാസത്തിന് രക്ഷയ്ക്ക് വേറെ ഒരു മാർഗവുമില്ല. വിശ്വാസത്താൽ മാത്രം, അബ്രഹാമും പ്രവൃത്തിയാലല്ല നീതീകരിക്കപ്പെട്ടത്, വിശ്വാസത്താലാണ് നീതീകരിക്കപ്പെട്ടത് എന്ന് പറയുന്നു. നമുക്ക് 10-ാമത്തെ വാക്യം വായിക്കാം. 10-ാമത്തെ വാക്യം, എന്നാൽ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്ന ഏവരും ശാപത്തിന് കീഴാകുന്നു. ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതൊക്കെയും ചെയ്യുവാൻ തക്കവണ്ണം അതിൽ നിലനിൽക്കാത്തവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നമുക്കെല്ലാം അറിയാവുന്ന കാര്യങ്ങളാണ്. ജസ്റ്റ് ഒന്ന് റിവിഷൻ നമുക്ക് പോയി റിവിഷനായിട്ട് നമുക്ക് പോകാം. 10 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ പറയുന്ന ന്യായപ്രമാണവും വാഗ്ദത്തങ്ങളും വ്യത്യാസങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് ന്യായപ്രമാണത്തിന് മനുഷ്യനെ ഒരിക്കലും അനുഗ്രഹിക്കാൻ കഴിയുന്നില്ല. അനുഗ്രഹത്തിന് പകരമായി മനുഷ്യനെ ശാപമാണ് ന്യായപ്രമാണം കൊടുക്കുന്നത്. ന്യായപ്രമാണത്തിലുള്ളവരെല്ലാം ശാപത്തിന് കീഴാകുന്നു. എന്തുവാ ന്യായപ്രമാണം? ഒരു മനുഷ്യൻ ദൈവത്തിന്റെ ന്യായപ്രമാണം അനുസരിക്കുവാൻ ശ്രമിക്കുന്നതിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ അതിന്റെ കീഴിലുള്ളവർ ആഗ്രഹിക്കുന്ന ഒരു അനുഗ്രഹം അവർക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് ന്യായപ്രമാണം പറയുന്ന ന്യായപ്രമാണം അനുസരിക്കാത്തവർ ശപിക്കപ്പെട്ടവരാണ്. തിരുവെഴുത്തുടനീളം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്, അത് പഴയ നിയമമാണേലും പുതിയ നിയമമാണേലും കാണുന്നത്, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ അനുസരിക്കാത്തവർ ശപിക്കപ്പെട്ടവരാണ് എന്നാണ് പറയുന്നത്. അപ്പം നമ്മള് പുതിയ നിയമത്തിൽ വരുവാണെങ്കിലും പറയുന്നത് ക്രിസ്തുവിനെ യോഹന്നാന്റെ സുവിശേഷം 3-ാം ക്രിസ്തുവിനെ അംഗീകരിക്കാത്തവരെല്ലാവരും ശപിക്കപ്പെട്ടവരാണ് എന്ന് പറയുന്നത്. നമുക്ക് ആവർത്തന പുസ്തകത്തിലേക്ക് ഒന്ന് പോകാം, പഴയ നിയമത്തിലേക്ക് ഒന്ന് പോകാം. ആവർത്തനം 11:26, 27, 28 വാക്യങ്ങൾ. കാരണം ആ ന്യായപ്രമാണത്തെ കീഴിലുള്ളവരെല്ലാം, അതിന്റെ പ്രവൃത്തികൾ, അതിന്റെ കീഴിൽ ആശ്രയിക്കുന്ന എല്ലാവരും ശാപത്തിന് കീഴിലാണ്. അനുഗ്രഹത്തിന് പകരം ശാപമാണ് ന്യായപ്രമാണം മനുഷ്യനെ വാഗ്ദാനം ചെയ്യുന്നത്. അത് ദൈവത്തിന്റെ ഇഷ്ടം അതായിരുന്നില്ല, പക്ഷെ അത് അങ്ങനെ ആയിപ്പോയി. നമുക്കത് കാണാം. 11:26 ഇതാ ഞാൻ ഇന്ന് അനുഗ്രഹവും ശാപവും നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നു, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. ഇന്ന് ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ നിങ്ങൾ അനുസരിക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് അനുഗ്രഹവും, നിങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ അനുസരിക്കാതെ ഇന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന വഴിയെ മാറി നിങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത അന്യദൈവങ്ങളുടെ പിന്നാലെ ചെല്ലുന്നു എങ്കിൽ ശാപവും വരും. അപ്പൊ ഇവർക്ക് ഈ കൽപ്പനകളെല്ലാം കൊടുത്തവർ തെരഞ്ഞെടുത്തത് എന്തുവാ? ശാപമാ തെരഞ്ഞെടുത്ത്. അനുഗ്രഹം തെരഞ്ഞെടുക്കുന്നതിന് പകരം അവര് ശാപം തെരഞ്ഞെടുത്തു. കൽപ്പന ഇല്ലായിരുന്നെങ്കിൽ അവിടെ ലംഘനവും ഇല്ലായിരുന്നല്ലോ. ദൈവത്തിന്റെ സ്തോത്രം. ആവർത്തന പുസ്തകം 27:26 വാക്യം,
ഈ ന്യായപ്രമാണത്തിലെ വചനങ്ങൾ പ്രമാണമാക്കി അനുസരിച്ച് നടക്കാത്തവൻ ശപിക്കപ്പെട്ടവൻ. ജനമെല്ലാം ആമേൻ എന്ന് പറഞ്ഞ ഒരു പല പ്രാവശ്യം ആമേൻ പറഞ്ഞതാണ്. പക്ഷെ അവരുടെ ഉള്ളിലെങ്ങും അത് കൊണ്ടില്ല. ദൈവത്തിന്റെ സ്തോത്രം. നമുക്ക് യിരെമ്യാവിന്റെ പുസ്തകം 11-ാം അധ്യായം 3-ാം വാക്യം ഞാൻ വായിക്കാം. യിരെമ്യാവിന്റെ പുസ്തകം 11-ാം അധ്യായം 3-ാം വാക്യം. നീ അവരോട് പറയേണ്ടത് എന്തെന്നാൽ, ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഈ നിയമത്തിൻ വചനങ്ങളെ കേട്ടനുസരിക്കാത്ത മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ. അപ്പൊ ന്യായപ്രമാണം മുഴുവൻ പറയുന്നത്, പഴയ നിയമം മുഴുവൻ പറയുന്നത് ശപിക്കപ്പെട്ട. ഒരു വാക്യം കൂടെ വായിച്ചിട്ട് നമുക്ക് അവിടെ നിർത്താം. എഹെസ്കേൽ 18:4. എഹെസ്കേൽ 18:4. സകല ദേഹികളും എനിക്കുള്ളവർ, അപ്പന്റെ പ്രാണനും മകന്റെ പ്രാണനും ഒരുപോലെ എനിക്കുള്ളത്. പാപം ചെയ്യുന്ന ദേഹി മരിക്കും. അപ്പം എല്ലാം കാണിക്കുന്നത് അനുസരിച്ചില്ലെങ്കിൽ ശാപമാണ്. അപ്പൊ ജനങ്ങൾ അനുസരിക്കാൻ ശ്രമിക്കുന്നു, പക്ഷെ അനുസരിക്കുന്നതിന് അല്ല, അവർക്ക് അനുഗ്രഹം കിട്ടുന്നതിന് പകരം അവർക്ക് ശാപമാ വരുന്നത്. എന്തുകൊണ്ടാ? ഇപ്പൊ യാക്കോബിന്റെ ലേഖനത്തിലാണ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും വായിച്ചാണെന്ന് എനിക്ക് ചിന്ത. യാക്കോബിന്റെ ലേഖനത്തിലാണ് പറയുന്നത്, ന്യായപ്രമാണം എല്ലാം അനുസരിക്കാമെന്ന് മനുഷ്യൻ വിചാരിച്ചാൽ തന്നെയും 613 കൽപ്പനകളും എല്ലാവർക്കും അനുസരിക്കാനായിട്ട് ഒക്കില്ല. കാരണം ഒന്നിൽ തെറ്റിക്കഴിഞ്ഞാൽ പലതിലും തെറ്റി എന്നാണ് പറയുന്നത്. യാക്കോബ് 2:10-11. ഒരുത്തൻ ന്യായപ്രമാണം മുഴുവൻ അനുസരിച്ച് നടന്നിട്ടും ഒന്ന് തെറ്റിയാൽ അവൻ സകലത്തിലും കുറ്റക്കാരനായി തീർന്നു. അപ്പൊ ഒന്നോ രണ്ടോ മാത്രം ഉണ്ടായിരുന്നെങ്കിൽ അതൊന്നും അനുസരിക്കായിരുന്നു. പക്ഷെ 613 എങ്ങനെ അനുസരിക്കും അല്ലേ? വ്യഭിചാരം ചെയ്യരുത് എന്ന് കൽപ്പിച്ചവൻ കൊല ചെയ്യരുത് എന്നും കൽപ്പിച്ചിരിക്കുന്നു. വ്യഭിചാരം ചെയ്യുന്നില്ലെങ്കിലും കൊല ചെയ്യുന്നു എങ്കിൽ ന്യായപ്രമാണം ലംഘിക്കുന്നവനായി തീർന്നു. അപ്പൊ ഒരു രക്ഷയില്ല, എല്ലാവരും ശാപത്തിന് കീഴിലായി. അതുകൊണ്ടല്ലേ പറയുന്നത്, എല്ലാവരും വഴിതെറ്റി ദൈവത്തിൽ നിന്ന് മാറിപ്പോയി എന്ന് പറയുന്നുണ്ട്. അപ്പം എല്ലാ കൽപ്പനകൾക്കും ആർക്കും അനുസരിക്കാൻ പറ്റത്തില്ലെങ്കിൽ ഇതെല്ലാം നമ്മൾ ഈ ശ്രമിക്കുകയാണ്. മനുഷ്യനെ പ്രവൃത്തിയാൽ ശ്രമിക്കാൻ ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ അതിന് പകരമായിട്ട് ശാപമാവാൻ നമ്മൾ വിളിച്ചു വരുത്തുന്നത്. അത് അനുഗ്രഹത്തിന് പകരം ശാപം വിളിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ കാണുന്നുണ്ട്, ന്യായപ്രമാണത്തിന്റെ നീതി സംബന്ധിച്ച് അനന്യനെന്ന് പറഞ്ഞ പോള് പോലും തന്റെ അവസ്ഥയെ പറയുന്ന ഒരു കാര്യമുണ്ട്. റോമാലേഖനം 7-ാം അധ്യായത്തിൽ തന്റെ അവസ്ഥ എങ്ങനെയായിരുന്നു എന്ന് പറയുന്നുണ്ട്. റോമാലേഖനം 7-ഉം 2-3 വാക്യങ്ങൾ ഞാൻ വായിക്കാം. 7 മുതലുള്ള വാക്യങ്ങൾ. ആകയാൽ നാം എന്തു പറയണ്ടു? ന്യായപ്രമാണം പാപമെന്ന് ഒരു നാളും അരുത്. എങ്കിലും ന്യായപ്രമാണത്തിലല്ലാതെ ഞാൻ പാപത്തെ അറിഞ്ഞില്ല. മോഹിക്കരുത് എന്ന് ന്യായപ്രമാണം പറയാതിരുന്നു എങ്കിൽ ഞാൻ മോഹത്തെ അറിയയില്ലായിരുന്നു. പാപമോ അവസരം ലഭിച്ചിട്ട് കൽപ്പനയാൽ എന്നിൽ സകലവിധ മോഹത്തെയും ജനിപ്പിച്ചു. ന്യായപ്രമാണം കൂടാതെ പാപം നിർജീവമാകുന്നു. ഞാൻ ഒരു കാലത്ത് ന്യായപ്രമാണം കൂടാതെ ജീവിച്ചിരുന്നു. എന്നാൽ കൽപ്പന വന്നപ്പോൾ പാപം വീണ്ടും ജീവിക്കുകയും ഞാൻ മരിക്കുകയും ചെയ്തു. ഇങ്ങനെ ജീവനായി ലഭിച്ചിരുന്ന കൽപ്പന എനിക്ക് കാരണമായി തീർന്നു എന്ന് ഞാൻ കണ്ടു. പാപം അവസരം ലഭിച്ചിട്ട് കൽപ്പനയാൽ എന്നെ ചതിക്കുകയും കൊല്ലുകയും ചെയ്തു. അപ്പം പൗലോസ് നേരത്തെ പറഞ്ഞ താന് സകല ന്യായപ്രമാണം സംബന്ധിച്ച് അനുദിനാന്ന് പറഞ്ഞവൻ പറയും, താൻ എല്ലാത്തിലും തെറ്റിപ്പോയിരിക്കുക. കാരണം ന്യായപ്രമാണം എനിക്ക് ശാപമല്ലാതെ എനിക്ക് അനുഗ്രഹം വച്ചു തരുന്നതേ ഇല്ല. ന്യായപ്രമാണം നല്ലതൊക്കെ തന്നെയാ, പക്ഷെ അത് എന്നിൽ പാപം ഉളവാക്കുന്നത്, അല്ലെങ്കിൽ മരണം ഉളവാക്കുന്നതിനാൽ അതെനിക്ക് ശാപമായി തീരുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് എന്താ പറയുക, എന്തിനാണ് നമ്മൾ കാണുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കാണുന്നുണ്ട്, ന്യായപ്രമാണം നല്ലതാണ്, അത് വിശുദ്ധമാണ്, പക്ഷെ എനിക്കത് മരണ കാരണമായി തീർന്നു. കാരണം നന്മയായി ഉള്ളത് എന്നില് മരണം ഉളവാക്കുന്നതിന് അത്യന്തം പാപമായി തീരുകയാണ് ചെയ്തത്. എനിക്ക് ഒരിക്കലും എന്നെ ന്യായപ്രമാണത്തിൽ രക്ഷിക്കാനായിട്ട് കഴിഞ്ഞിരുന്നില്ല. ആ വാക്യങ്ങളൂടെ ഒന്ന് വായിച്ചത് അവിടെ തന്നെയാണ്, 12 മുതലുള്ള വാക്യങ്ങൾ. ആകയാൽ ന്യായപ്രമാണം വിശുദ്ധം, കൽപ്പന വിശുദ്ധവും ന്യായവും നല്ലതും തന്നെ. എന്നാൽ നന്മയായുള്ളത് എനിക്ക് മരണ കാരണമായി തീർന്നു എന്നോ ഒരു നാളും അരുത്. പാപം അത്രയും മരണ കാരണമായി തീർന്നത്. അത് നന്മയായുള്ളതിന് എനിക്ക് മരണം ഉളവാക്കുന്നതിനാൽ പാപമെന്ന് തെളിയേണ്ടതിനും കൽപ്പനയാൽ അത്യന്തം പാപമായി തീരണം. കാരണം ന്യായപ്രമാണം ഇല്ലാതിരിക്കുമ്പോൾ പാപം കണക്കിടുന്നില്ല. ന്യായപ്രമാണം തന്നപ്പോൾ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന ചെയ്യാത്തവനെല്ലാം ശപിക്കപ്പെട്ടവനാ. അപ്പൊ ഇത് ഇങ്ങനെ ചെയ്യണമെന്ന് പറയുമ്പോൾ നീ അത് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നീ അത് പാപം ചെയ്യുകയാണ്. എന്നിട്ട് 14 പറഞ്ഞ, ന്യായപ്രമാണം ആത്മീയമെന്ന് നാം അറിയുന്നു, ഞാനോ ജഡമയൻ, പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ തന്നെ. കാരണം എന്റെ ജഡത്തിന്റെ ബലഹീന നിമിത്തം എനിക്കത് ചെയ്യുവാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് ആ ന്യായപ്രമാണം മനുഷ്യർക്ക് ആ കീഴിൽ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്ന ഏവനും ശവിക്കപ്പെടുന്നത് ഇടയെന്ന് പറയുന്നത്. അതുപോലെ തന്നെ റോമാലേഖനം 3-ന്റെ
19 പറയുന്നു, ന്യായപ്രമാണം പറയുന്നല്ല, ന്യായപ്രമാണത്തിന് കീഴുള്ളവരോട് പ്രസ്താവിക്കുന്ന നാം അറിയുന്നു. അങ്ങനെ ഏത് വായും അടഞ്ഞ് സർവ്വലോകവും ദൈവസന്നിധിയിൽ ശിക്ഷായോഗ്യമായി തീരേണ്ടത് തന്നെ. അങ്ങനെ ഒരു മനുഷ്യനും ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെടുന്നില്ല. അപ്പൊ ന്യായപ്രമാണം നമ്മൾ പാപികളാണെന്ന് നമ്മളെ കാണിക്കുക, അതുപോലെ പാപത്തിനുള്ള ശിക്ഷ വാങ്ങിച്ചു തരികയും ചെയ്യാണ്. പാപം ചെയ്യാതിരിക്കാൻ വേണ്ടി, ഇതെന്തിനാ ദൈവം അങ്ങനെ കൊടുത്തത്? പാപം ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ദൈവം അങ്ങനെ കൊടുത്തത്. ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ് ഇങ്ങനെയാണ്, നിങ്ങൾ അങ്ങനെ ജീവിച്ച് കാണിക്കാന്നും പറഞ്ഞു. മനുഷ്യനെല്ലാരും എന്താ പറയുന്നത്? തന്റെ പ്രവൃത്തികൾ നീതീകരിക്കാൻ ശ്രമിച്ചു അല്ലെ? ദുർബുദ്ധിയും വൈരാഗ്യവും ഒക്കെ നിറഞ്ഞവര്. കർത്താവ് പറഞ്ഞു, നിങ്ങൾ വിശുദ്ധരാണ്, നിങ്ങൾ പറയുന്നുവെങ്കിൽ അങ്ങ് പ്രവർത്തിച്ച് കാണിക്കും, ഞാൻ എന്റെ സ്റ്റാൻഡേർഡ് അങ്ങോട്ട് തന്നേക്കാം, നിങ്ങൾക്ക് അവിടെ വരെ എത്താമോ എന്ന് നിങ്ങളൊന്നും. അതുകൊണ്ട് ന്യായപ്രമാണം കൊടുത്തിരുന്നത് ചെയ്യാതിരിക്കാൻ മാത്രം. നമുക്കറിയാം ഇന്ത്യൻ പീനൽ കോഡ് ഉണ്ട്, അതിനകത്ത് കുറെ പോളിസീസും പ്രൊസീജിയർ, അതെല്ലാം കൽപ്പനകളും അതും ഇതുമൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഓരോ അതും എന്താ പറയുന്ന, അത് എല്ലാവരെയും എല്ലാവർക്കും ശിക്ഷയൊന്നും വാങ്ങിച്ചു തരുന്നില്ല അല്ലെ? കുറ്റം ചെയ്യുന്നവർക്ക് മാത്രമേ ശിക്ഷ വാങ്ങിച്ചു തരുന്നത്. അതുപോലെ ന്യായപ്രമാണം അത് തന്നെയാണ് ചെയ്യുന്നത്. നമ്മളെ കുറ്റം ചെയ്യാതിരിക്കാൻ വേണ്ടി നമുക്ക് കുറെ കൽപ്പനകളും റൂൾസും റെഗുലേഷൻസ് ഒക്കെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളാരും പാപം ചെയ്യുന്നില്ല, ശിക്ഷ കിട്ടുമെന്നുള്ള പേടിച്ച് നമ്മൾ പാപം ചെയ്യുന്നില്ല. അപ്പൊ രാജ്യത്തിന്റെ കൽപ്പനയാണേലും ഇതൊക്കെ തന്നെയാണ്, അത് മാനുഷിക നിയമമാണേലും അങ്ങനെയാ. നിയമം വെച്ചിരിക്കുന്നത് വെച്ചാൽ ജനം വഷളായി നടക്കാതിരിക്കാൻ വേണ്ടി, ലോലസായി നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കൽപ്പനകളൊക്കെ കൊടുത്തിരിക്കുന്നത്. അപ്പം വാഗ്ദത്ത സമിതി വരുവോളം കൽപ്പനകൾ എന്തിനാ കൂട്ടിച്ചേർത്തതാ? ആ ജനം വഷളായി നടക്കാതിരിക്കാൻ വേണ്ടി. പക്ഷേ ന്യായപ്രമാണം എന്ന് പറഞ്ഞ ദൈവത്തിന്റെ ഗോൾഡൻ സ്റ്റാൻഡേർഡ് ആണ്, അത് പ്രവർത്തിക്കാൻ ഒരു മനുഷ്യനും കഴിയില്ല. പക്ഷെ മനുഷ്യൻ പറയുന്നത് ഞാൻ ദൈവത്തെക്കാൾ വലിയവനാണെന്ന് ചിന്തിക്കുന്ന അഹംഭാവമാണ്. ആ അഹംഭാവത്തിൽ നിന്ന് അവനോട് പറയുക, നീ ചെയ്യാമെങ്കിൽ ചെയ്തോ, പക്ഷെ നീ ചെയ്യുന്നതിനല്ല നിനക്ക് ശിക്ഷ കിടത്തത്, കാരണം എന്റെ അത്ര അടുത്ത് നിനക്ക് വരാനായിട്ട് ഒക്കെയില്ല. ദൈവത്തിന് സ്തോത്രം. ഓക്കെ, അപ്പൊ നമുക്ക് അവരെ കുറ്റം ചെയ്യാതിരിക്കാൻ, പാപം ചെയ്യാതിരിക്കാൻ വേണ്ടി, വഷളായി നടക്കാതിരിക്കാൻ വേണ്ടി, അവർക്ക് ക്രമം കെട്ട് നടക്കാതിരിക്കാൻ വേണ്ടി ദൈവം അവർക്ക് കുറച്ച് കൽപ്പന കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഈ ശാപം ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്നവരെല്ലാം ശാപത്തിന് കീഴാവുന്നു എന്ന് പറയുന്നു. ശാപം എന്ന് പറഞ്ഞാൽ മരണം എന്നർത്ഥം, അല്ലെന്നുണ്ടെങ്കിൽ നിത്യ നരകം എന്ന് അർത്ഥം, നിത്യാഗ്നി എന്നർത്ഥം. നമുക്ക് കർത്താവ് തന്നെ പറഞ്ഞ ഒരു വാക്യം വായിച്ചു പോകാം. മത്തായി സുവിശേഷം 25:41 വാക്യം. മത്തായി സുവിശേഷം 25:41 വാക്യം. നമ്മൾ ഈ ശാപം എന്നൊക്കെ പറയുമ്പോൾ അനുഗ്രഹത്തിന് പകരവും, അനുഗ്രഹം കിട്ടിയില്ല അത് ശാപം, എന്നാൽ വലിയ കാര്യമൊന്നും അല്ല എന്നുള്ള നമ്മുടെ ചിന്ത. പക്ഷെ ശാപം എന്ന് പറയുമ്പോൾ അത് നിത്യാഗ്നി അല്ലെങ്കിൽ നിത്യ മരണം എന്നാണ് അർത്ഥം. പിന്നെ അവൻ ഇടത്തുള്ളവരോട്, ശപിക്കപ്പെട്ടവരെ, എന്നെ വിട്ട് പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവിൻ. നിത്യാഗ്നിയാണ് മരണം എന്ന് പറയുന്നത്. അപ്പൊ ക്രൂശിൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ. ശാപം എന്ന് പറഞ്ഞാൽ മരണം എന്ന് അർത്ഥം. പരിഹാരം ഒന്ന് മാത്രമേ ഉള്ളൂ. ഗലാത്യലേഖനം 3:13-14 ഇങ്ങനെ പറയുന്നു. ഗലാത്യലേഖനം 3:13-14 മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി. അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുവേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിക്കേണ്ടത് തന്നെ. അപ്പം ന്യായപ്രമാണം അവർക്ക് അനുഗ്രഹത്തിന് കൊടുത്തതാണെങ്കിലും പ്രവർത്തിക്കാൻ കഴിയാത്തതിന് അതിന് ശാപ കാരണമായി തീർന്നു. അപ്പം അതിൽ നിന്നും നമ്മെ ആ ശാപത്തിൽ രക്ഷിപ്പാനായിട്ട് ക്രിസ്തു നമുക്ക് വേണ്ടി മരത്തിൽ തൂങ്ങി, അല്ലെങ്കിൽ കാൽവറി ക്രൂശ് നമുക്ക് വേണ്ടി തൂങ്ങി നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ആ ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നമ്മെ വിലയ്ക്ക് വാങ്ങിയതുകൊണ്ടല്ലേ 2 കൊരിന്ത്യർ 5:21 പറഞ്ഞ പാപം അറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി എന്ന് പറയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. അപ്പം കൊലോസ്യ ലേഖനം ഇങ്ങനെ പറയുന്നുണ്ട്, നമ്മുടെ ആ ക്രൂശിലെ രക്തത്താൽ ദൈവം, ക്രൂശിലെ രക്തത്താൽ ദൈവം നമ്മുടെ ശാപം മുഴുവൻ മാറ്റിയെന്ന് പറയുന്നു. ആ വാക്യം കൂടെ വായിച്ചിട്ട് നമുക്ക് അടുത്ത വാക്യത്തിലേക്ക് പോകാം. കൊലോസ്യർ 1:20, 21, 22 വാക്യങ്ങൾ. കൊലോസ്യർ 1:20, 21, 22 വാക്യങ്ങൾ. അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനം ഉണ്ടാക്കി, ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിപ്പാനും പിതാവിന് പ്രസാദം തോന്നി. മുമ്പേ ദുഷ്പ്രവൃത്തികളാൽ മനസ്സുകൊണ്ട് അകന്നവരും ശത്രുക്കളുമായിരുന്ന നിങ്ങളെ അവന്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളനും കുറ്റമില്ലാത്തവരും നിർത്തേണ്ടതിനെ അവൻ ഇപ്പോൾ തന്റെ ശരീരത്തിൽ
തന്റെ മരണത്താൽ നിരപ്പിച്ചു. ക്രിസ്തുവിന്റെ ശരീരത്തിന്മേൽ ക്രൂശിൽ മരത്തിൽ തൂങ്ങപ്പെട്ടവൻ ശപിക്കപ്പെട്ടവൻ എഴുതിയിരിക്കുന്ന പോലെ നമ്മുടെ ശാപം ദൈവപുത്രനായ ക്രിസ്തു ഏറ്റെടുത്ത് ആ വലിയ ശാപത്തിൽ നിന്ന് നിത്യ അഗ്നിയിൽ നമ്മെ വീണ്ടെടുത്തു. പാപം അറിയാത്തവനെ ദൈവം അവനിൽ ദൈവത്തിന്റെ പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതി ആകേണ്ടതിനെ അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി പാപമായി തീർന്നു. ഓക്കെ, നമുക്ക് അടുത്ത വാക്യത്തിലേക്ക് പോകാം. അപ്പൊ ന്യായപ്രമാണം വായിച്ചത്, ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്ന ഏവർ ശപിക്കപ്പെട്ടവരാകുന്നു. കാരണം അനുഗ്രഹമല്ലാതെ അനുഗ്രഹത്തിന് വേണ്ടി അവർ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി ചെയ്യാനായിട്ട് യാഗങ്ങളും കാര്യങ്ങളും എല്ലാം ഓരോ വർഷങ്ങളും ഇങ്ങനെ നിരന്തരം ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ ഓരോ യാഗം കഴിയുമ്പോഴും പിന്നെ പാപം ചെയ്തുകൊണ്ടിരിക്കും. പിന്നെയും ഈ യാഗം കഴി തന്നെ അനുഗ്രഹം ലഭിക്കേണ്ടതിന് വേണ്ടി ഇവരിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതല്ലാതെ ഒരു മനുഷ്യനും പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെടുന്നില്ല. ആ പ്രവൃത്തിയാൽ നീതീകരിക്കാൻ ശ്രമിക്കുന്നതനുസരിച്ച് നമ്മൾ അനുഗ്രഹത്തിന് പകരം ശാപം വിളിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത്. എതിർസ്തോത്രം. നമുക്ക് 11-ാമത്തെ വാക്യത്തിലേക്ക് പോകാം. 11-ാമത്തെ വാക്യം. എന്നാൽ ന്യായപ്രമാണത്തിൽ ആരും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല എന്ന് സ്പഷ്ടം. നീതിമാൻ വിശ്വാസത്തിൽ ജീവിക്കും എന്നുണ്ട്. അപ്പം ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികൾ ആരും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല. അപ്പം അതൊരു ഉപദേഷ്ടാക്കന്മാരെ ഖണ്ഡിക്കുവാൻ വേണ്ടി, യഹൂദമതാനുസാരികളെ ഖണ്ഡിക്കുവാൻ വേണ്ടി പൗലോസ് പഴയ നിയമത്തിൽ നിന്നും ഒരു വാക്യം എടുത്ത് പറയും, ഒരു ഉദ്ധരണി പറഞ്ഞ് നമ്മൾ കാണുന്നുണ്ട്. ഹബക്കൂക്ക് പ്രവചനത്തിൽ നിന്നാണ്, ഹബക്കൂക്ക് 2:4 നിന്നാണ് ഈ ഉദ്ധരണി എടുത്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? ദൈവം മനുഷ്യനെ ന്യായപ്രമാണത്താൽ അല്ല വിശ്വാസത്താലാണ് നീതീകരിക്കുന്നത് എന്ന് പറയാൻ വേണ്ടി പഴയ നിയമത്തിൽ ഒരു ഉദ്ധരണി എടുത്തിരിക്കുന്നു എന്ന് മാത്രം. അപ്പൊ നമുക്ക് അവിടെ കാണുന്ന വായിക്കുന്നില്ല, നമുക്കറിയാവുന്ന വാക്യാണല്ലോ. ന്യായപ്രമാണത്തിൽ നീതിമാൻ വിശ്വാസത്തിൽ ജീവിക്കും എന്നുണ്ടല്ലോ എന്ന് അവിടെ എഴുതിയിരിക്കുന്നു. ഓക്കെ, പുതിയ നിയമത്തിൽ 3 സ്ഥലങ്ങളിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. റോമാലേഖനം 1:17 പറയുന്നു നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. അതുപോലെ തന്നെ ഗലാത്യർ 3:11 പറയുന്നു നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഹീബ്രൂസ് 10:38 പറയുന്നു നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പക്ഷെ ആ 3 ലേഖനങ്ങളിലും 3 കാര്യങ്ങൾക്കാണ് സ്ട്രെസ് ചെയ്തേക്കുന്നത്, അല്ലെങ്കിൽ ഊന്നൽ കൊടുത്തിരിക്കുന്നത് നമുക്ക് പറയാം. റോമാലേഖനത്തിൽ നീതിമാൻ എന്ന ആ ഒരു പദത്തിന് ഊന്നൽ കൊടുത്തിരിക്കുന്നു. ഗലാത്യ ലേഖനം വരുമ്പോൾ അത് ജീവിതമാണ് അത് ഊന്നൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഹീബ്രൂസില് ബൈ ഫെയ്ത്ത്, ആ വിശ്വാസത്താൽ, ജസ്റ്റ് ഷാൽ ലിവ് ബൈ ഫെയ്ത്ത്, ജസ്റ്റ് എന്ന് പറയുന്ന റോമാലേഖനത്തിലും, ഷാൽ ലിവ് എന്ന് പറയുന്നത് ഗലാത്യ ലേഖനത്തിലും, അതുപോലെ ബൈ ഫെയ്ത്ത് എന്ന് പറയുന്നത് ഹീബ്രൂസിലും അല്ലെങ്കിൽ എബ്രായ ലേഖനത്തിലും പറഞ്ഞിരിക്കുന്നു. അപ്പം ദൈവത്താൽ നീതീകരിക്കപ്പെട്ടവർ ജീവിക്കുന്നത് വിശ്വാസത്താലാണ് എന്ന് പറയുന്നു. ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികൾ ഒരു മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നില്ല, വിശ്വാസത്താൽ മാത്രം. 12-ാമത്തെ വാക്യം. ന്യായപ്രമാണത്തിന് വിശ്വാസമല്ല ആധാരമായിരിക്കുന്നത്, അത് ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കും എന്നല്ലോ ഉള്ളത്. ന്യായപ്രമാണത്തിന് വിശ്വാസമല്ല, അത് പ്രവൃത്തി തന്നെയാണ്. നമ്മൾ ലേവ്യ പുസ്തകത്തിലാണ് കാണുന്നത്. ലേവ്യ പുസ്തകം 18:5 വാക്യം. ലേവ്യ പുസ്തകം 18:5. ആകയാൽ എന്റെ ചട്ടങ്ങളും ന്യായങ്ങളും നിങ്ങൾ പ്രമാണിക്കണം, അവയെ ചെയ്യുന്ന മനുഷ്യൻ അവയാൽ ജീവിക്കുമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ദൈവം പറയുന്നു നിങ്ങൾ എന്റെ ചട്ടങ്ങളും ന്യായവിധികളും ഒക്കെ അനുസരിച്ച് ജീവിക്കണം, പക്ഷെ അത് ചെയ്യുന്നവൻ മാത്രമേ അതിനാൽ ജീവിക്കൂ എന്ന് പറയുന്നുള്ളൂ. അപ്പം ഇത് നമ്മൾ പറയുമ്പോഴേ കൽപ്പന അനുസരിക്കാൻ ദൈവം നമ്മളോട് പറയുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരോട് പറയുകയാണ് ചെയ്യുന്നത്. പക്ഷെ അതിന് വിരുദ്ധമായ ഒരു കാര്യം, അല്ല ഒരു വിപരീതമായ കാര്യമാണ് പുതിയ നിയമത്തിൽ പറയുന്നത്. പഴയ നിയമം പറയുന്നത്, പുതിയ നിയമ വിശ്വാസത്തിന് വിരുദ്ധമാണ്. കാരണം പഴയ നിയമം പറയുന്നത് എന്തുവാ? പ്രവർത്തിച്ചു ജീവിക്കുക. പുതിയ നിയമം പറയുന്നത് നീ വിശ്വസിക്കുക, ജീവിക്കുക. കാരണം പ്രവൃത്തിക്ക് ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടേ ഇരിക്കുക. അപ്പൊ ന്യായപ്രമാണം പറയുന്ന അനുസരിക്കുന്നവർക്ക് മാത്രമേ അനുഗ്രഹമുള്ളൂ. അങ്ങനെയുള്ള ജീവിതമേ നയിക്കാനായിട്ടൊക്കത്തുള്ളൂ. അതനുസരിച്ചില്ലെങ്കിൽ ശാപം മാത്രമേ ഉള്ളൂ. അപ്പൊ ന്യായപ്രമാണത്താലുള്ള ഒരു അനുസരണം, ന്യായപ്രമാണത്തിന്റെ അനുസരിക്കുന്നവർക്ക് മാത്രമേ ന്യായപ്രമാണത്തിന്റെ കീഴിൽ ജീവിക്കാനായിട്ടൊക്കത്തുള്ളൂ. പക്ഷെ അത് വിശ്വാസത്താലുള്ള അനുസരണമല്ല, പ്രവൃത്തിയാലുള്ള അനുസരണം. അത് മനസ്സിലാക്കണം. അനുസരിക്കുന്നവർക്ക് മാത്രമേ ന്യായപ്രമാണത്തിന്റെ കീഴിൽ ജീവിക്കാനായിട്ടൊക്കത്തുള്ളൂ. പുതിയ നിയമത്തിൽ അനുസരണം വേണം, പക്ഷേ അത് വിശ്വാസത്താലുള്ള അനുസരണം, പൂർണ്ണ സമർപ്പണമാണ് അതിൽ ആഗ്രഹിക്കുന്നത്. പക്ഷെ ഇത് പുറമേ കുറെ പ്രവൃത്തികൾ ചെയ്തു തീർക്കുക എന്നതിലുപരിയായി അകമയിൽ നിന്ന് യാതൊരു അവിടെ ഒന്നും നമ്മളോട് ചോദിക്കുന്നില്ല. അനുസരിക്കുക,
നീ ചെയ്യുക, യു ഷുഡ് ഡു ഇറ്റ്. അത് നീ ചെയ്യണമെന്ന് നീ ശ്രമിക്കാൻ പറയല്ല, യു ഷുഡ് ഡു ഇറ്റ്. നീ ചെയ്താൽ മാത്രമേ നിനക്ക് അനുഗ്രഹമുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ എന്ന് പറയുന്നത് എങ്ങനെ, നീ ഇഷ്ടമനുസരിച്ച് ചെയ്യുക, അല്ലെങ്കിൽ നീ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക, അതല്ല പറഞ്ഞ ഡു ഡു ഡു. ആ ഡു മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ കുറെ ഡോൺസും. ഡൂവും ഡോൺസും മാത്രമല്ല, അത് ന്യായ പ്രമാണത്തിൽ ഒന്നുമില്ല. എന്ന് വെച്ചാൽ പ്രവർത്തിക്കുക, ആ പ്രവർത്തിച്ചാൽ മാത്രമേ ഉള്ളൂ. അപ്പം പ്രവൃത്തി അനുസരണത്തിൽ കൊണ്ടുവരണമല്ല, പ്രവൃത്തിക്ക് അനുസരിച്ചാൽ മാത്രമേ രക്ഷയുള്ളൂ, അല്ലെങ്കിൽ ഒരു രക്ഷയില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ന്യായപ്രമാണത്തിന് അനുസരിച്ചില്ലെങ്കിൽ എന്താ, മരണവും ശിക്ഷാവിധിയും മാത്രമാണ് അവരുടെ മേൽ വരുത്തുന്നത്. അനുഗ്രഹത്തിന് പകരം മരണവും ശിക്ഷാവിധിയാ വരുത്തുന്നത്. നമ്മൾ മുമ്പ് പറഞ്ഞു, എല്ലാവർക്കും റോമലേഖനം 3:3 പറഞ്ഞു, 19 പറഞ്ഞു, 19, 20 ന്യായപ്രമാണത്തെ ശിക്ഷ മാത്രമേ വായിക്കുന്നില്ല. ന്യായപ്രമാണത്തെ ശിക്ഷ മാത്രം അതെല്ലാം ജീവിക്കും. പക്ഷെ ആർക്കും അത് മുഴുവനായി ചെയ്യാൻ പറ്റത്തില്ല. മുഴുവനായി ചെയ്താൽ മാത്രമേ അതിന്റെ കീഴിൽ നിന്ന് അനുഗ്രഹം ലഭിക്കാനായിട്ട് ഒക്കത്തുള്ളൂ. അപ്പം ന്യായപ്രമാണത്തിന് കീഴിലുള്ള ഒരു വ്യക്തി വിശ്വാസത്താലല്ല ജീവിക്കുന്നത്, പ്രവൃത്തിയല്ല ജീവിക്കുന്നത്. ആ പ്രവൃത്തിയാലുള്ള അനുസരണം ദൈവസന്നിധിയിൽ ഒരിക്കലും നീതീകരിക്കപ്പെടുന്നില്ല. കാരണം പ്രവൃത്തി പൂർണ്ണമായും ചെയ്യുവാൻ ഒരു മനുഷ്യനും സാധിക്കുകയില്ല. അപ്പൊ മനുഷ്യർക്ക് ഒരു അസാധ്യമായ ഒരു കാരണമാണ് ന്യായപ്രമാണം അനുശാസിക്കുന്നത്. അപ്പൊ ന്യായപ്രമാണത്തിന് വിശ്വാസമല്ല ആധാരമായിരിക്കുന്ന പ്രവൃത്തി മാത്രമാണ്. അത് ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കും എന്നുണ്ടല്ലോ. അപ്പൊ ന്യായപ്രമാണം നമ്മൾ അനുസരണം മാത്രമാണ്, അത് പ്രവൃത്തിയായുള്ള അനുസരണം മാത്രമാണ് നമ്മളെന്ന് ചോദിക്കുന്നത്. അത് മാത്രമേ ഉള്ളൂ. കാരണം ദൈവത്തിന് അറിയാം, നിങ്ങൾ ചെയ്തോ, ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ആവുമെങ്കിൽ ചെയ്യുമോ, മനുഷ്യൻ വിട്ടു തന്നിരിക്കുകയാണ്. പക്ഷെ കാരണം മനുഷ്യൻ ഇതൊന്നും ചെയ്യാനായിട്ട് പറ്റുകയില്ല. ദൈവത്തിന് സ്തോത്രം. ഇനി അടുത്ത വാക്യത്തിലേക്ക് പോകാം. നമുക്കറിയാമല്ലോ, നമ്മൾ കുറച്ച് ക്ലാസ്സുകളായിട്ട് ഇത് തന്നെ പഠിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നമുക്ക് 13-ാമത്തെ വാക്യത്തിലേക്ക് പോകാം. 13-ാമത്തെ വാക്യം, മരത്തിൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. നാം ന്യായപ്രമാണത്തിന്റെ ശാപത്ത് നിന്ന് വിലയ്ക്ക് വാങ്ങി. ഇത് പറഞ്ഞു, മരത്തിൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ട. പുതിയ നിയമത്തിൽ ശാപം എന്ന് പറയുമ്പോൾ അത് നിത്യ നരകമാണ്. നമ്മള് ഈ പദം നമ്മള് പിന്നെ മുമ്പ് കണ്ടിട്ടുണ്ട്. ഗലാത്യർ 1:7 നമ്മൾ കണ്ടിട്ടുണ്ട്. 8 കാണുന്നുണ്ട്. എന്തുവാ പറയുന്നത്, ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ഗലാത്യർ 1:8, എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ച അവൻ ശപിക്കപ്പെട്ടെ. ആണ് ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് വിരോധമായി ആരെങ്കിലും വേറൊരു സുവിശേഷം പറയുകയാണെങ്കിൽ അവൻ ശപിക്കപ്പെട്ടവൻ. കാരണം ആ ക്രിസ്തുവിന് ഒരേ ഒരു സുവിശേഷം മാത്രമേ ഉള്ളൂ. അത് ക്രിസ്തു തിരുവെഴുത്തിൻ പ്രകാരം മരിച്ചു അടക്കപ്പെട്ട, തിരുവെഴുത്തിൻ പ്രകാരം 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു നമ്മുടെ രക്ഷയ്ക്കായി എന്നുള്ള ആ ഒരു സുവിശേഷം മാത്രമേ ഉള്ളൂ. അതിനെതിരായി ആര് പറഞ്ഞാലും അവൻ ശപിക്കപ്പെടും. പഴയ നിയമത്തിലും ശാപമുണ്ട്, പുതിയ നിയമത്തിലും ശാപമുണ്ട്. അതുപോലെ തന്നെ നമ്മൾ റോമാലേഖനം 9:3 കാണുന്നുണ്ട്. ക്രിസ്തുവിനോട് വേറിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ശാപം എന്ന് അവിടെ പറയുന്നത്. ആ മരണം എന്ന് പറഞ്ഞാൽ ക്രിസ്തു ഇല്ലാത്ത ഒരവസ്ഥ. അപ്പം പൗലോസ് പറയാണ്, ഞാൻ വായിക്കാം, ജഡപ്രകാരം എന്റെ ചാർച്ചക്കാരായ എന്റെ സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ തന്നെ ക്രിസ്തുവിനോട് വേർവിട്ട് ശാപഗ്രസ്തനാകുവാൻ ആഗ്രഹിക്കാമായിരുന്നു. കാരണം അവരെല്ലാവരും രക്ഷിക്കപ്പെടണമെന്നാ, ദൈവത്തിങ്കിലേക്ക് വരണമെന്ന എന്റെ ആഗ്രഹം. അവർക്ക് വേണ്ടി എന്റെ ഒരു മരണം പോലും ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ്. ആ മരണം എന്ന അർത്ഥമാണ് അവിടെയും ശാപമെന്ന, അല്ലെങ്കിൽ ക്രിസ്തുവിനോട് വേർപെട്ടിരിക്കുന്ന അവസ്ഥയാണ് അവിടെയും ശാപമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മള് ക്രിസ്തു നമ്മെ ആ ശാപത്തിൽ നിന്നും, ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്നും വിലയ്ക്ക് വാങ്ങി. അല്ലെങ്കിൽ നമ്മൾ ക്രിസ്തു ന്യായപ്രമാണത്തിന്റെ അവസാനമാകുന്നു നമ്മൾ റോമാലേഖനത്തിൽ വായിക്കുന്നുണ്ട്. അപ്പൊ വിലയ്ക്ക് ന്യായപ്രമാണം നമ്മെ ശാപത്തിന് കീഴാക്കിയിരുന്നു, മരണത്തിന് യോഗ്യരാക്കിയിരുന്നു, കാരണം പ്രവർത്തിപ്പാൻ കഴിയാത്തതിനാൽ. അപ്പൊ ന്യായപ്രമാണം എന്ന് പറയുന്ന മരണത്തിന്റെയും പാപത്തിന്റെയും പ്രമാണം മാത്രമായിരുന്നു. അതുകൊണ്ടല്ലേ റോമാലേഖനം 8:1 പറയുന്ന, അതുകൊണ്ട് ഇപ്പൊ ക്രിസ്തുവേശുവിലേക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം നമുക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവേശുവിൽ സ്വാതന്ത്ര്യം വരുത്തുന്നു. നമുക്ക് ഒരു കാലത്ത് ന്യായപ്രമാണം നമ്മളെ അനുശാസിച്ചത് നമ്മൾ പ്രവൃത്തികളാൽ ചെയ്തിരുന്നു. പക്ഷെ അതെല്ലാം പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണം മാത്രമായിരുന്നു. അത് ജീവിപ്പിക്കാൻ കഴിയുന്ന ഒരു ന്യായപ്രമാണം ഉണ്ടായിരുന്നു എങ്കിലെന്ന് ചോദിക്കുന്നുണ്ട്. ജീവിപ്പിക്കാൻ ഒരു മനുഷ്യനും കഴിയത്തില്ല. കാരണം അനുഗ്രഹത്തിന് പകരം ശാപമാണ് ന്യായപ്രമാണം വിളിച്ചു വരുന്നത്. അപ്പൊ ക്രിസ്തു നമ്മെ വിലയ്ക്ക് വാങ്ങി, ഇംഗ്ലീഷ് പറയുന്ന ബൈങ് ബാക്ക്, തിരിച്ചു വാങ്ങിച്ചു.
വെറുതെ വാങ്ങിച്ചതല്ല, വിലയ്ക്ക് വാങ്ങിയതാണ്, വില കൊടുത്തു വാങ്ങിയതാണ്. ആ വിലയെന്ന് പറയുന്നത് തൻ്റെ ജീവൻ തന്നെ ആയിരുന്നു അതിന്റെ വില. ഗലാത്യർ 10:12 നമ്മൾ അതല്ലേ വായിച്ചു, ശാപത്തിന്റെ കീഴിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി. അപ്പൊ എല്ലാ മനുഷ്യരും ശാപത്തിന് കീഴിലായിരുന്നു. ഇപ്പോൾ ആ ശാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചിരിക്കുന്നു. ഒരു നമ്മൾ എക്സാമ്പിൾ പറഞ്ഞ ഒരടിമയെ ഒരു യജമാനൻ പണം കൊടുത്തു വാങ്ങിക്കുന്നത് പോലെ, ആ അടിമത്തത്തിൽ നിന്ന് മോചിക്കുന്നത് പോലെ ക്രിസ്തുവും നമ്മെ ഒരു അടിമത്തത്തിൽ നിന്നും വീണ്ടെടുത്തു. നമ്മള് പഴയ നിയമം പറയുകയാണ് ന്യായപ്രമാണത്തിന്റെ അടിമത്തിൽ നിന്ന് വീണ്ടെടുത്തു, അല്ലെങ്കിൽ പുതിയ നിയമം പറയുവാണെങ്കിൽ ആ ഇരുട്ടന്റെ അധികാരത്തിൽ നിന്നും വീണ്ടെടുത്ത് നമ്മെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി. അപ്പൊ അടിമയെ ഒരു അടിമത്തത്തിൽ നിന്നും വീണ്ടെടുക്കുന്ന എന്തിനു വേണ്ടി? അവരെ സ്വതന്ത്രരാക്കാൻ വേണ്ടിയിട്ടാ, അല്ലെ? ആ വില കൊടുത്തു വെറുതെ വാങ്ങുന്നല്ല, വില കൊടുത്തു വാങ്ങുന്നവരെ സ്വതന്ത്രരാക്കാൻ വേണ്ടിയാ. അപ്പൊ നാമും ഒരിക്കൽ ഒരു അടിമത്തത്തിലായിരുന്നു. ആ അടിമത്തിൽ നിന്നും ദൈവം നമ്മെ വിലയ്ക്ക് വാങ്ങി ക്രിസ്തുവിൽ നമ്മെ സ്വതന്ത്രരാക്കി. അതുകൊണ്ടല്ലേ ഗലാത്യർ 5:20 പറഞ്ഞ ക്രിസ്തു നിങ്ങളെ അടിമത്തൊന്നും ന്യായപ്രമാണത്തിന്റെ അടിമൊന്നും നിങ്ങൾ വീണ്ടും അടിമത്തത്തിൽ കുടുങ്ങി പോകുന്ന എന്തെന്നൊക്കെ ചോദിക്കുന്നുണ്ടല്ലേ. അപ്പൊ നമ്മൾ ആ ഒരു അടിമയെ പണം കൊടുത്തു വാങ്ങിക്കുന്നത് പോലെ ക്രിസ്തു തന്റെ ജീവൻ കൊടുത്ത് നമ്മെ വിലയ്ക്ക് വാങ്ങി. 2 വാക്യങ്ങൾ നമുക്ക് വായിച്ചു പോകാം. തീത്തോസിന്റെ ലേഖനം 2:14. തീത്തോസ് 2:14. അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്ത് സൽപ്രവർത്തികളാൽ ശുഷ്കാന്തിയുള്ള ഒരു ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ട തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു. തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു. നമ്മെ വിലയ്ക്ക് വാങ്ങി, തന്നെ കൊടുത്ത് നമ്മെ വിലയ്ക്ക് വാങ്ങി. അതുപോലെ തന്നെ 1 പത്രോസിന്റെ ലേഖനത്തിൽ നമ്മൾ പറയുന്നുണ്ട്, നമ്മെ ക്രിസ്തു എന്ന ആ നിർദോഷവും നിഷ്കളമായ കുഞ്ഞാടിന്റെ രക്തത്തം കൊണ്ടത്രേ വിലയ്ക്ക് വാങ്ങി എന്ന് പറയുന്നുണ്ട്. ഞാൻ വായിച്ചു പോകാം. 1 പത്രോസ് 1:18-19. വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നമ്മുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്നു വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ട് തന്നെ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ക്രിസ്തുവിന്റെ രക്തത്താലാണ് ദൈവം നമ്മെ വിലയ്ക്ക് വാങ്ങിയത്. രക്തം എന്ന് പറഞ്ഞാൽ സകലത്തിന്റെയും ജീവന്റെ ആധാരം രക്തത്തിലാണ്, അല്ലെ? ജീവനാധാരമായി രക്തമാണ്. അതുകൊണ്ട് തന്റെ ജീവൻ കൊടുത്ത് നമുക്ക് ജീവനെ തന്നു, അല്ലെ? അങ്ങനെയല്ലേ പറയുന്നത്? റോമാലേഖനം 3:24-25 പറഞ്ഞ ക്രിസ്തുവിന്റെ ഒരു പ്രായശ്ചിത്ത മരണമായിരുന്നു. നമുക്ക് വേണ്ടി പ്രായശ്ചിത്തമായി തീർന്ന ക്രിസ്തു. ഒന്ന് വായിക്കാം. റോമാലേഖനം 3:24-25 വാക്യങ്ങൾ. റോമാലേഖനം 3:24-25. അവന്റെ കൃപയാൽ ക്രിസ്തുവേശുവിങ്കലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി അത്രേ നീതീകരിക്കപ്പെടുന്നത്. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. പ്രായശ്ചിത്ത മരണമായിരുന്നു. നമ്മളുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമായി നമ്മുടെ മരണം തന്റെ ശരീരത്തിൽ ക്രിസ്തു ഏറ്റെടുത്തു. എബ്രായ ലേഖനം 9:28 ഇങ്ങനെ പറയുന്നു, അവൻ നമ്മുടെ പാപങ്ങളെ ചുമന്നു എന്ന് പറയുന്നുണ്ട്. എബ്രായ ലേഖനം 9:28. ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തുനിന്നവരെ രക്ഷിക്കാൻ പാപം കൂടാതെ ഉണ്ടാകും. അപ്പൊ നമ്മുടെ പാപങ്ങളെ ചുമന്നു. ഒരു പ്രായശ്ചിത്തം. നമ്മൾ മരിക്കേണ്ടിയിരുന്ന ഇടത്ത്. എങ്ങനെയാ മരണം? ന്യായപ്രമാണത്തിന്റെ അടിമത്തത്തിലായിരുന്നു നമ്മള്. ന്യായപ്രമാണത്താൽ ശാപം മാത്രമായിരുന്നു. ന്യായപ്രമാണം പ്രവൃത്തി കൊണ്ട് നീതീകരിക്കപ്പെടുന്നു എന്ന് പറഞ്ഞ ഒരു മനുഷ്യനും പ്രവൃത്തിയാൽ നീതീകരിക്കാൻ പറ്റാത്തപ്പോൾ അനുഗ്രഹത്തിന് പകരം മരണം നമുക്ക് വിളിച്ചു വരുത്തുമ്പോൾ എല്ലാവരും പാപികളായി തീരുന്നതുകൊണ്ട് എല്ലാവരും നിത്യമരണത്തിന് അവകാശികളായി തീർന്ന് ആ ശാപത്തിൽ നിന്ന്, ആ മരണത്തിൽ നിന്ന് ക്രിസ്തു നമ്മെ തന്റെ ജീവൻ കൊടുത്ത് വിലയ്ക്ക് വാങ്ങി. അതുപോലെ തന്നെ 1 പത്രോസ് 2:24 ഇങ്ങനെ പറയുന്നു, 1 പത്രോസ് 2:26 നാം പാപം സംബന്ധിച്ചു മരിച്ചു ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. തന്റെ ശരീരത്തിൽ പാപങ്ങളെ ചുമന്നു.
അപ്പൊ നമുക്ക് വേണ്ടി കർത്താവിനെ പാപം ആക്കി, ദൈവം കർത്താവിനെ നമുക്ക് വേണ്ടി പാപം ആക്കി തീർത്തു. ഇനി അതിന്റെ നമ്മൾ രണ്ടാമത്തെ ഭാഗം, മരത്തിൽ തൂങ്ങുന്നതെല്ലാം ശപിക്കപ്പെട്ടവൻ. ആ ശാപം എന്ന വാക്കാണ് നമ്മൾ പറഞ്ഞത്. ഇനി അടുത്ത നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. നമ്മുടെ ശാപം താൻ ഏറ്റുവാങ്ങി, നമ്മുടെ മരണം താൻ ഏറ്റുവാങ്ങി. ഇപ്പോൾ നമ്മൾ പറഞ്ഞ പ്രായശ്ചിത്തമായി തീർന്നു, നമുക്ക് പകരക്കാരനായി തീർന്നു. പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് നമ്മെ സ്വാതന്ത്ര്യം പ്രാപിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഉദ്ധരിച്ചു തരുന്ന വാക്യം 8:1-2 റോമാലേഖനം. അതുകൊണ്ട് ഇപ്പോ ക്രിസ്തുവേശുള്ളവർക്ക് ഒരു ശിക്ഷാവധിയുമില്ല. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം നമുക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. എങ്ങനെയാ? നമുക്ക് ജഡത്താലുള്ള ബലഹീന നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പാൻ, നമ്മളുടെ ജഡത്തിന്റെ ബലഹീന നിമിത്തം, പാപ ശരീരത്താൽ അല്ലെ പാപത്തിൽ ജീവിക്കുന്ന മനുഷ്യന് ഒരിക്കലും തന്റെ ജഡത്തിന്റെ ബലഹീന നിമിത്തം ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളെ സാധിപ്പാൻ കഴിയുകയില്ല. അതുകൊണ്ട് ദൈവം തന്റെ പുത്രനെ ജഡത്തിന്റെ സാദൃശ്യത്തിലും പാപ നിമിത്തവും അയച്ചു, പാപത്തിനും തന്റെ ജഡത്തിൽ ശിക്ഷ വിധിച്ചു, അല്ലെ? അപ്പം നമുക്ക് വേണ്ടി അവിടെ ക്രൂശിൽ നടന്നത് ഒരു എക്സ്ചേഞ്ച് ട്രാൻസ്ഫർ ആയിരുന്നു. നമ്മുടെ പാപത്തെ താൻ ഏറ്റെടുത്തിട്ട് കർത്താവിന്റെ നീതി അല്ലെങ്കിൽ ജീവനെ നമുക്ക് തന്നു, അല്ലെ? ആ കർത്താവിന്റെ നീതി നമുക്ക് തന്നു. എഫേസ്യ ലേഖനം 2:13 മുതൽ ഉള്ള വാക്യങ്ങൾ ഒന്നുകൂടെ വായിക്കാം. നമുക്കൊന്ന് വായിക്കാം. എഫേസ്യ ലേഖനം 2:13. മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു. അവൻ നമ്മുടെ സമാധാനം. അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി ചട്ടങ്ങളും കൽപ്പനകളുമായി ന്യായപ്രമാണം എന്ന ശത്രുത്വം തന്റെ ജഡത്താൽ നീക്കി വേർപാടിന്റെ നടുച്ചുവർ ഇടിച്ചു കളഞ്ഞു. സമാധാനം ഉണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും തന്നിൽ ഒരേ മനുഷ്യനാക്കി സൃഷ്ടിപ്പാനും ക്രൂശിന്മേൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി, അതിനാൽ ഇരുപക്ഷത്തെയും ഏക ശരീരത്തെ ദൈവത്തോട് നിരപ്പിപ്പാനും തന്നെ. അപ്പം നമ്മെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. നമ്മുടെ മരണം താൻ ഏറ്റെടുത്തു. നമ്മൾ ആ മരണത്തിന്റെ കീഴിലായിരുന്നു. അതിൽ ദൈവം നമ്മെ അത്യന്തികമായി വിടുവിച്ചു. പെർമനന്റ്ലി ഒരു വിടുതൽ, ഒരു നിത്യജീവന്റെ അവകാശത്തിലേക്ക് ആയിത്തീർന്നു. ഇനി അടുത്തത്, മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ആവർത്തന പുസ്തകത്തിലല്ലേ നമ്മളത് കാണുന്നത്. നമുക്കൊന്ന് വായിച്ചു പോകാം. ആവർത്തന പുസ്തകം തിരുവെഴുത്ത് പൗലോസ് ഇവിടെ ഉദ്ധരിക്കുകയാണ് ചെയ്യുന്ന, മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ. ആവർത്തനം 21:22, 23 വാക്യങ്ങൾ. ഒരുത്തൻ മരണയോഗ്യമായ ഒരു പാപം ചെയ്തിട്ട് അവനെ കൊന്നു ഒരു മരത്തിൽ തൂക്കിയാൽ അവന്റെ ശവം മരത്തിന്മേൽ രാത്രി മുഴുവനും ഇരിക്കരുത്, അന്ന് തന്നെ അത് കുഴിച്ചിടണം. തൂങ്ങി മരിച്ചവൻ ദൈവത്തിന്റെ ശാപഗ്രസ്തനാകുന്നു. നിന്റെ ദൈവമായ യഹോവയ്ക്ക് നീ അവകാശ നിർദ്ദേശം നീ അശുദ്ധമാക്കരുത്. ഒരു ദിവസം മാത്രമേ അത് ക്രൂശീകരിക്കാനായിട്ടൊക്കത്തുള്ളൂ. മരത്തിന്മേൽ തൂങ്ങുന്നവൻ ശപിക്കപ്പെട്ടവന്. ആ സ്ക്രിപ്ചറിന്റെ ഫുൾഫിൽമെന്റ് ആണ്, കർത്താവിന്റെ ആ വചന നിവർത്തിയാണ് അവിടെ കർത്താവിന്റെ മരണത്തിങ്കിൽ അല്ലെങ്കിൽ ക്രൂശ് മരണത്തിൽ സംഭവിച്ചത്. പുരാതന കാലത്ത് ഇസ്രായേലിലെ അധികാരികൾ ശിക്ഷിക്കപ്പെട്ട കുറ്റവാളികളെ മരത്തിന്മേൽ തൂക്കി കൊന്നിരുന്നു. അത് എന്തിനു വേണ്ടിയാ? അവരുടെ അപമാനത്തിന്റെ നിന്ദയുടെ ഒരു പരസ്യ പ്രദർശനമായിട്ടാണ് അവര് കരുതിയിരുന്നത്. കാരണം കൊള്ളക്കാര് അങ്ങനെ നികൃഷ്ടമായ കുറ്റം ചെയ്തവരെ അങ്ങനെ തൂക്കിക്കൊന്നിരുന്നു. അപ്പൊ അത് ഒരു അവഹേളനയുടെ, അപമാനത്തിന്റെ, നിന്ദയുടെ ഒരു പരസ്യ പ്രദർശനമായിട്ടാണ്, അതിന്റെ ഒരു അടയാളമായിട്ടാണ് കരുതിയിരുന്നത്. അങ്ങനെ ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു. നമ്മുടെ അപമാനവും നിന്ദയും ഒക്കെ വഹിച്ചുകൊണ്ട് ക്രിസ്തു തൂക്കപ്പെട്ടു. അപ്പൊ അത് നമുക്ക് വേണ്ടി തൂക്കപ്പെട്ടു. സോറി. അതുപോലെ തന്നെ ന്യായപ്രമാണം അനുസരിച്ചു പോലും ശിക്ഷിക്കപ്പെട്ട കുറ്റവാളികൾ ക്രൂശിന്മേൽ തൂങ്ങപ്പെടുമ്പോൾ അവര് ശാപഗ്രസ്തർ അല്ലെ, ശാപത്തിന് കീഴാകുന്നു. ആ ശാപത്തിന്റെ ഒരു അടയാളമായിട്ടാണ് അവരെ തൂക്കിക്കൊന്നിരുന്നത്. അപ്പൊ ആ കർത്താവും അതുപോലെ തന്നെ നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. നമ്മുടെ പാപങ്ങൾക്കുള്ള ശിക്ഷ തന്റെ ശരീരത്തിൽ വഹിച്ചുകൊണ്ട് നമ്മുടെ മരണം കർത്താവ് ഏറ്റുവാങ്ങി. നമുക്ക് വേണ്ടി ശാപമായി നമ്മെ നിത്യ നരകത്തിൽ നിന്ന് രക്ഷിച്ചു. നമുക്ക് പത്രോസ് അപ്പോസ്തലൻ പറയുന്ന ചില വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ചു പോകാം. പ്രവൃത്തികളുടെ പുസ്തകം 5:30 വാക്യം. അപ്പോസ്തല പ്രവൃത്തി 5:30. നിങ്ങൾ മരത്തിൽ
തൂക്കിക്കൊന്ന യേശുവിനെ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം ഉയർപ്പിച്ചു. കാരണം മരത്തിൽ തൂങ്ങപ്പെട്ടവരെല്ലാം ശപിക്കപ്പെട്ടവരാണ്. അതവർക്ക് നികൃഷ്ടമായിരുന്നു. അങ്ങനെ ആ യഹൂദന്മാരുടെ ഇടയിൽ തന്നെ ശാപം ഏറ്റുവാങ്ങുന്ന ഒരു അവസ്ഥയായിരുന്നു. അപ്പം പറയാം, നിങ്ങൾ ശാപത്തിൽ, യഹൂദന്മാരോട് പറയാണ്, അല്ലെങ്കിൽ പുരോഹിതന്മാരോട് പറയാണ്, നിങ്ങൾ മരത്തിൽ തൂക്കിക്കൊന്ന യേശുവിനെ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം ഉയർപ്പിച്ചു. അതുപോലെ തന്നെ അപ്പോസ്തല പ്രവൃത്തി 10:39 ഒത്തിരി വാക്യങ്ങളുണ്ട് അപ്പോസ്തല പ്രവൃത്തികളിൽ. യഹൂദിയ ദേശത്തിലും യെരുശലേമിലും അവൻ ചെയ്ത സകലത്തിനും ഞങ്ങൾ സാക്ഷികളാകുന്നു. അവനെ അവർ മരത്തിന്മേൽ തൂക്കിക്കൊന്നു. യഹൂദ പ്രമാണികൾ. അതുപോലെ തന്നെ 13:29 അവനെ കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെയും തികച്ച ശേഷം അവർ അവനെ മരത്തിൽ നിന്നിറക്കി ഒരു കല്ലറയിൽ വെച്ചു. കാരണം ആ ഒരു ന്യായപ്രമാണം ഉദ്ധരിച്ചുകൊണ്ടാ പറയുന്നത്. ക്രൂശിൽ തറച്ചു എന്ന് പറയുന്നതിനേക്കാൾ അധികമായി ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്, മരത്തിൽ തൂങ്ങപ്പെട്ടവനല്ല ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്നത് പോലെ നിങ്ങൾ അവരൊരു പ്രദർശന വസ്തുവാക്കി തീർത്തു. ഒരു അവഹേളനയ്ക്ക്, നിന്ദയ്ക്കും ഒരു പ്രദർശനത്തിന് കാരണമാക്കി തന്നു. അങ്ങനെയുള്ളവരെയല്ലേ ക്രൂശിന്മേൽ അല്ലെങ്കിൽ മരത്തിന്മേൽ തൂക്കുന്നത്. നിങ്ങൾ അവനെ ഒരു പരസ്യ കോലമാക്കി തീർത്തു എന്ന് യഹൂദന്മാരോട് പറയുകയാണ്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു മശികയായിരുന്നു ക്രിസ്തു എന്ന് പറയുന്നത്, യേശു എന്ന് പറയുന്നത്. അവ ഈ ലോകത്തിൽ വന്നിട്ട് നിങ്ങൾ മശികയെന്ന് അംഗീകരിക്കാൻ നിങ്ങൾ ശ്രമിച്ചില്ല, നിങ്ങൾ അംഗീകരിച്ചില്ല. അപ്പൊ അതിനു പകരം നിങ്ങൾ അവനെ മരത്തിൽ തൂക്കിക്കൊന്നു എന്നാണ് പറയുന്നത്. എങ്കിലും നമ്മളുടെ ദൈവം അവനെ മരണത്തിൽ നിന്ന് വിടുവിച്ചു, അല്ലെങ്കിൽ ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് അപ്പോസ്തലന്മാർ പറയുകയാണ് ചെയ്തത്. കാരണം അപ്പോസ്തലന്മാർ ആദ്യമൊക്കെ സുവിശേഷം അറിയിച്ചത് യഹൂദന്മാരോട് ആയിരുന്നു. അപ്പൊ അവരോട് പറയുകയാണ്, നിങ്ങൾ മരത്തിൽ തൂക്കിക്കൊന്നു, അവനെ കർത്താവ് ഉയർപ്പിച്ചു എന്ന് പറയുന്നു. ഓക്കെ. അതുപോലെ കൊലോസ്യ ലേഖനം 1:12-13 എങ്ങനെയാ പറയുന്നത്? നമ്മളെ ആ വിശുദ്ധന്മാർക്ക് വെളിച്ചത്തുള്ള അവകാശത്തിനാക്കി നമ്മെ പ്രാപ്തരാക്കി നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ ആ ഒരു രാജ്യത്തിലാക്കി തീർത്തു. അപ്പൊ നമ്മൾക്ക് വേണ്ടി നമ്മുടെ മരത്തിൽ തൂങ്ങുന്നുള്ള ശപിക്കപ്പെട്ടവെന്ന് എഴുതിയിരിക്കുന്ന പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കുവാൻ വേണ്ടി. അതുപോലെ തന്നെ നമ്മൾ എബ്രായ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, മരണം ആസ്വദിച്ചു എന്ന് പറയുന്നുണ്ട് അല്ലെ. നമുക്ക് വേണ്ടിയാണ് കർത്താവ് മരണം ആസ്വദിച്ചത്. എബ്രായ ലേഖനം 2:9-10 വാക്യങ്ങൾ. എബ്രായ ലേഖനം 2:9-10. എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ ദൂതന്മാരിലും അല്പം ഒരു താഴ്ച വന്നവനായ യേശു മരണം അനുഭവിച്ചതുകൊണ്ട് അവനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി കാണുന്നു. സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്ന യുക്തമായിരുന്നു. ഇനി 14-15. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവരായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു. അപ്പം മരണം നമ്മളെ അടിമകളായിരുന്നു, മരണത്തിന്റെ ഭീതിയിലായിരുന്ന എല്ലാവരെയും ക്രിസ്തു ആ മരത്തിന്മേൽ തൂങ്ങിയിട്ട് നമ്മുടെ ശാപം കർത്താവ് ഏറ്റെടുത്തു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമുക്ക് 14-ാമത്തെ വാക്യത്തിലേക്ക് പോകാം. 14-ാമത്തെ വാക്യം. മരത്തിൽ തൂങ്ങപ്പെട്ടവനല്ല ശപിക്കട്ടെ എന്ന് എഴുതിയ പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. 14-ാമത്തെ വാക്യം വായിക്കാം. അബ്രഹാം എന്തിനു വേണ്ടിയാ കർത്താവ് നമുക്ക് വേണ്ടി ശാപമായി തീർന്നു എന്ന് പറഞ്ഞു? അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുവേശുവിൽ ജാതികൾക്ക് വരേണ്ടതിനെ നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. ഇത് വായിക്കാം. അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുവേശുവിൽ ജാതികൾക്ക് വരേണ്ടതിനെ നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. POC ബൈബിള് ഒന്ന് ഞാൻ വായിച്ചു വിടാം. അബ്രഹാമിന് ലഭിച്ച അനുഗ്രഹം യേശു ക്രിസ്തു വഴി വിജാതീയരിലേക്കും വ്യാപിക്കേണ്ടതിനും ആത്മാവിന്റെ വാഗ്ദാനം വിശ്വാസം വഴി നമ്മൾ പ്രാപിക്കേണ്ടതിനുമാണ് ഇപ്രകാരം സംഭവിച്ചത്. അബ്രഹാമിന്റെ അനുഗ്രഹം നമുക്ക് കിട്ടണം. അത് 2 കാരണം പറയുന്നു. അബ്രഹാമിന്റെ അനുഗ്രഹം നമുക്ക് കിട്ടണം, പരിശുദ്ധാത്മാവിന്റെ വാഗ്ദാനം പരിശുദ്ധാമെന്ന വാഗ്ദത്തം നമുക്ക് വിശ്വാസത്താൽ പ്രാപിക്കണം എന്ന് പറയുന്നു. അപ്പൊ ക്രിസ്തു നമുക്ക് വേണ്ടി ശവമായി തീർന്നത് നമുക്ക് ഈ 2 കാര്യങ്ങൾ നേടിത്തരാനായിട്ടാണ്. അപ്പം കർത്താവ് തന്റെ ക്രൂശ് ഒഴിവാക്കുന്നതിനേക്കാൾ
നമ്മളുടെ അനുഗ്രഹമായിരുന്നു ആഗ്രഹിച്ചത്, അല്ലെ? നമ്മൾ ക്രിസ്തുവിന് കർത്താവിനെ കുറിച്ച് ഒഴിവാക്കാമായിരുന്നു. മനുഷ്യന് ചെയ്യുവാൻ കഴിയത്തില്ല. പക്ഷെ താൻ ദൈവമായിരുന്ന കർത്താവിന് സകലവും കഴിയുമായിരുന്നു. പക്ഷെ ആ ക്രൂശ് ഒഴിവാക്കുന്നതിനേക്കാൾ നമ്മളുടെ അനുഗ്രഹമായിരുന്നു കർത്താവ് നമ്മെ അനുഗ്രഹിക്കുക എന്നായിരുന്നു കർത്താവിന്റെ ലക്ഷ്യം. അപ്പം ശാപം എന്നാൽ മരണം എന്നർത്ഥം. അപ്പൊ ഇവിടെ അബ്രഹാമിന്റെ അനുഗ്രഹം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം വിശ്വാസത്താൽ അബ്രഹാമിന്റെ സന്തതികൾ എന്ന് വിളിക്കപ്പെടുവാനുള്ള പദവിയിലേക്ക് നാം മാറ്റപ്പെട്ടു. അപ്പം വിശ്വാസത്താൽ നാം അബ്രഹാമിന്റെ ആത്മീയ സന്തതികൾ എന്ന പദവിയിലേക്ക് നാം മാറ്റപ്പെട്ടു, അല്ലെ? അങ്ങനെ ദൈവം നമ്മളെ മക്കളാക്കി തീർത്തു. ഇതെന്തുകൊണ്ടാ ഇങ്ങനെ? ക്രിസ്തുവിലാണ് വിശ്വാസം എന്ന് പറയുന്നതിന് പകരം ഇവിടെ അബ്രഹാമുള്ള വിശ്വാസം എന്നൊക്കെ പറയുന്നത് അവിടെ അതുപോലെയുള്ള കാര്യങ്ങൾ, ഗലാത്യയിൽ അതുപോലെയുള്ള കാര്യങ്ങൾ സംഭവിച്ചത് കൊണ്ടാണ്. അവര് പ്രവൃത്തിയാൽ ആണ് നീതീകരണം എന്ന് പ്രവൃത്തിയും കൂടെ വേണം രക്ഷയ്ക്ക് അല്ലെങ്കിൽ നീതീകരണത്തിനെന്ന് അവരോട് അവര് പറഞ്ഞപ്പോൾ യഹൂദ മതാനുസരികളെ ഖണ്ഡിക്കാൻ വേണ്ടി മാത്രമാണ് പറയുന്നത് അബ്രഹാം വിശ്വാസത്താലാണ് നീതീകരിക്കപ്പെട്ടത്, പ്രവൃത്തിയാലല്ല. അതുകൊണ്ട് പറയുന്നു അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുവേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്തവചനം വിശ്വാസ പ്രാപിക്കാൻ തന്നെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്ന് നമ്മെ ദൈവത്തിന്റെ മക്കളാക്കുവാൻ വേണ്ടി. അബ്രഹാമിൻ ഞാൻ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ അവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്ന് അബ്രഹാമിന്റെ അനുഗ്രഹം, രണ്ട് പരിശുദ്ധാത്മാവ് എന്ന വാഗ്ദത്ത വിഷയം. അബ്രഹാമിന്റെ അനുഗ്രഹം അബ്രഹാമിന്റെ അനുഗ്രഹം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ വിശദീകരിച്ചത്. ദൈവം അബ്രഹാമിലൂടെയും അബ്രഹാമിലൂടെ സകല ലോകത്തെയും അനുഗ്രഹിക്കും എന്നുള്ള വാഗ്ദത്തം ചെയ്തിരുന്നു. എവിടെയായിരുന്നു? ജനസിസിലാണ്, അല്ലെങ്കിൽ ഉൽപ്പത്തി പുസ്തകത്തിലാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ 8ഉം 9ഉം എങ്ങനെയാ വായിച്ചത്? ഗലാത്യ ലേഖനം 3:8-9 ഇങ്ങനെയല്ലേ വായിച്ച്? എന്നാൽ ദൈവം വിശ്വാസം മൂലം ജാതികളെ നീതീകരിക്കുന്നു എന്ന് തിരുവെഴുത്ത് മുൻ കണ്ടിട്ട് നിങ്ങൾ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്നുള്ള സുവിശേഷം അബ്രഹാമിനോട് മുൻകൂട്ടി അറിയിച്ചു എന്ന് പറയുന്നു. അത് ഉൽപ്പത്തി പുസ്തകം 12-3 വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, അല്ലെ? നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും എന്ന് അബ്രഹാമിനോട് മുൻകൂട്ടി അറിയിച്ചു. അതുപോലെ തന്നെ ഉൽപ്പത്തി പുസ്തകം 22:18 പറയുന്നുണ്ട്, വായിച്ചു വിടാം. നീ എന്റെ വാക്ക് അനുസരിച്ചുകൊണ്ട് നിന്റെ സന്തതി മുഖാന്തരം നീ എന്റെ വാക്ക് അനുസരിച്ചത് കൊണ്ട് നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലുള്ള സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്ന് ഞാൻ എന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്തിരിക്കുന്നുവെന്ന് യഹോവ അരുളി ചെയ്തു. അപ്പൊ സകല ജാതികളും എന്താ പറയുക, അബ്രഹാമിന്റെ അനുഗ്രഹം എന്ന് പറയുമ്പോൾ നമ്മള് ഇപ്പോഴും എല്ലാവരും അബ്രഹാമിന്റെ അനുഗ്രഹം എന്ന് പറയുമ്പോൾ ഭൗതിക വാഗ്ദത്തങ്ങളെ കുറിച്ചാണ്, അല്ലെ? അതല്ല. അബ്രഹാമിന്റെ അനുഗ്രഹം എന്ന് പറഞ്ഞ ഭൗതികമായ വാഗ്ദത്തങ്ങൾ ഉണ്ടായിരുന്നു, പൊളിറ്റിക്കൽ ആയിട്ടുള്ള വാഗ്ദത്തങ്ങൾ ഉണ്ടായിരുന്നു, ദേശപരമായ വാഗ്ദത്തങ്ങൾ ഉണ്ടായിരുന്നു, ആത്മീയ വാഗ്ദത്തങ്ങൾ ഉണ്ടായിരുന്നു. ഈ ബാക്കി എല്ലാത്തിനെയും എടുത്തോണ്ട് ഈ ആത്മീയ വാഗ്ദത്തങ്ങളെ തള്ളിക്കളയുന്ന ആ ഒരു സ്വഭാവമായിരുന്നു യഹൂദന്മാർക്കുണ്ടായിരുന്നു. ഇപ്പോഴും നമുക്കുള്ളത് അതൊക്കെ തന്നെയാണ്. അപ്പൊ ആ അബ്രഹാമിന്റെ വിശ്വാസത്താല് ജാതികളെ നീതീകരിക്കപ്പെടുന്നു, അല്ലെ? അപ്പൊ അതിനകത്ത് യഹൂദന്മാരെ മാത്രമല്ല വിജാതീയരെയും, യഹൂദന്മാരെയും യവനന്മാരെയും നമ്മൾ പറയും. അപ്പൊ അങ്ങനെ യഹൂദന്മാരെയും വിജാതീയരെയും ഒരുമിച്ചു, അല്ലെ? അബ്രഹാമിന്റെ വാഗ്ദത്തത്തിൽ കൂടെ അബ്രഹാമിന് മാത്രം കൊടുത്തായിരുന്നില്ല എന്നാണ് പൗലോസ് ഇവിടെ പറയുന്നത്. നിങ്ങൾ പറയുന്നത് അബ്രഹാമിന്റെ വാഗ്ദത്തം എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ പൗലോസ് അവരോട് പറയാം, അബ്രഹാമിന്റെ വാഗ്ദത്തം ദൈവം പറഞ്ഞിരുന്ന് അബ്രഹാമിലൂടെ കുറെ കനാൻ ദേശം ഒരു വാഗ്ദദേശം കൊടുക്കുമെന്നായിരുന്നില്ല. അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ അതിന്റെ ആത്മീകമായ അർത്ഥമെന്ന് പറഞ്ഞാൽ അബ്രഹാമിലൂടെ ഒരു ജനത്തെ, ഒരു ബഹുജാതിയെ ദൈവത്തിന് വേണ്ടി വീണ്ടെടുക്കുമെന്നതായിരുന്നു എന്ന് പറയുന്നത്. ഗലാത്യ ലേഖനം 3:14 പൗലോസ് ഇങ്ങനെ പറയുന്നുണ്ട്, അത് ക്രിസ്തു തന്നെയാണെന്ന് പറയുന്നുണ്ടല്ലേ. 3:16 വായിക്കാം. എന്നാൽ അബ്രഹാമിനും അവന്റെ സന്തതിക്കും വാഗ്ദത്തങ്ങൾ ലഭിച്ചു, സന്തതികൾക്കും എന്ന അനേകരെ കുറിച്ചല്ല, നിന്റെ സന്തതിക്കും എന്ന ഏകനെ കുറിച്ച് അത്രയേ പറഞ്ഞു. അത് ക്രിസ്തു തന്നെ. അപ്പോൾ അബ്രഹാമുള്ള അനുഗ്രഹം എന്നാൽ ക്രിസ്തുവിലൂടെയുള്ള അനുഗ്രഹം എന്നർത്ഥം. വിശ്വാസത്താലുള്ള രക്ഷ ക്രിസ്തുവിലൂടെ. അപ്പൊ അവരോട് പറയുകയാണ് അബ്രഹാമിന്റെ അനുഗ്രഹം ജാതികൾക്ക് വരും, അല്ലെ? അബ്രഹാമിന്റെ അനുഗ്രഹം എന്തുവാ?
അത് ക്രിസ്തുവാണ് അബ്രഹാമിന്റെ അനുഗ്രഹം. ആ ക്രിസ്തുവിലൂടെയുള്ള അനുഗ്രഹമാണ് നമുക്ക് എല്ലാവർക്കും ലഭിക്കുന്നത്. ആ വിശ്വാസമുള്ള രക്ഷ ക്രിസ്തുവിൽ. അപ്പൊ അബ്രഹാമിന്റെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ കുറെ ഭൂസ്വത്തുക്കളല്ല, അല്ല കനാൻ ദേശമൊന്നും അല്ല. അബ്രഹാമിനുള്ള അനുഗ്രഹം എന്ന് പറയുന്നത് വിശ്വാസത്താലുള്ള രക്ഷ ക്രിസ്തുവിലൂടെ എന്ന് അർത്ഥം. അപ്പം അവരെല്ലാവരും ഭൗതികമായ അനുഗ്രഹങ്ങളാണ് വിശ്വസിച്ച എല്ലാവരും എന്ന് പറയില്ല. യഹൂദന്മാർ ന്യായപ്രമാണത്തിൽ ദൈവത്തിൽ വിശ്വസിക്കാത്ത എല്ലാവരും, ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളിൽ ആശ്രയിക്കുന്ന എല്ലാവരും ഭൗതികമായ കുറെ കാര്യങ്ങളാണ് അവര് ആഗ്രഹിച്ചത്. പക്ഷേ ദൈവത്തിൽ പൂർണ്ണമായും വിശ്വസിക്കുന്ന വിശുദ്ധന്മാർ, നമ്മള് എബ്രായ ലേഖനം 11 അധ്യായത്തിൽ കാണുന്ന അവർ ആ ആത്മീക ഭൗതിക അനുഗ്രഹങ്ങളല്ല അവര് ആഗ്രഹിച്ചത്. അവരൊരു വലിയൊരു വാഗ്ദത്തം ദൈവം അവർക്ക് വെച്ചിരിക്കുന്നു എന്നറിഞ്ഞുകൊണ്ട് അവർക്ക് വാഗ്ദത്ത പ്രദേശം അല്ലെങ്കിൽ ആ കനാദേശം കിട്ടിയെങ്കിലും അവരതിലല്ല നോക്കിയിരുന്നത്, അവര് വേറൊന്ന് നോക്കിയിരുന്നു. നമുക്കൊന്ന് വായിച്ചു പോകാം. എബ്രായ ലേഖനം 11 8, 9, 10 വാക്യങ്ങൾ. അപ്പൊ അബ്രഹാമിന്റെ വിശ്വാസം എന്തുവായിരുന്നു? അബ്രഹാമിന് വിശ്വാസം ദൈവം ഒരു ഭൗതിക ദേശം അല്ലെങ്കിൽ ഒരു വാഗ്ദത്ത കനാൻ ദേശം കൊടുക്കുമെന്നായിരുന്നു എങ്കിൽ ലോത്തിനെ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞു തോന്നുന്നു, ലോത്തിനെ പോലെ ഒരു വീട് വെച്ച് അബ്രഹാമും താമസിച്ചേനെ. പക്ഷെ അബ്രഹാം എന്താ ചെയ്തത്? 11:8 വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരിക്കുന്ന ദേശത്തേക്ക് യാത്രയാകുവാൻ വിളിക്കപ്പെട്ടാറെ അനുസരിച്ച് എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു. വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്ത് എന്ന പോലെ ചെന്നു. വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിന് വേണ്ടി കാത്തിരുന്നു. ഈ ലോകത്തിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാശ് കൊടുക്കാതെ ഒന്നും കിട്ടത്തില്ല, അല്ലെ? പക്ഷെ അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നീ ഇടത്തോട്ട് നോക്കുക, വലത്തോട്ട് നോക്കുക, അങ്ങോട്ട് നോക്കുക, ഇങ്ങോട്ട് നോക്കുക, നീ നോക്കുന്നതല്ല നിനക്ക് അവകാശമായി തരുന്നത്. ഈ നോക്കുന്നതെല്ലാം അബ്രഹാം എത്ര ദൂരത്തിലായിരിക്കും നോക്കിയത്? ആ നോക്കുന്നതെല്ലാം അബ്രഹാമിന് കിട്ടുമായിരുന്നെങ്കിൽ, അങ്ങനെ അബ്രഹാം വിശ്വസിച്ചെങ്കിൽ അബ്രഹാം കൂടാരത്തിൽ പാർക്കത്തില്ലായിരുന്നു. അതുകൊണ്ട് അബ്രഹാം കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ ഒരു നഗരത്തിനായി കാത്തിരുന്നു എന്ന് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ആ അബ്രഹാമിന്റെ വിശ്വാസം, ഇപ്പോഴും പുൽപ്പറ്റിൽ നിന്ന് ഉയരുന്ന അത് തന്നെയാണല്ലേ. നിങ്ങൾക്ക് അത് ലഭിക്കും, ഇത് ലഭിക്കും എന്നൊക്കെ ആയിരിക്കും. പക്ഷെ അതൊന്നും അല്ല അബ്രഹാമിന്റെ അനുഗ്രഹം എന്ന് പറയുന്നത്. എന്നിട്ട് താഴോട്ടുള്ള വാക്യങ്ങൾ പറയുന്ന അവരാ വാഗ്ദത്ത ദേശത്ത് എത്തിയെങ്കിലും അവരാ വാഗ്ദത്ത നിവർത്തി പ്രാപിക്കാതെ ദൂരത്ത് നിന്ന് കണ്ടെന്നാ പറയുന്നത്. എന്നിട്ട് അവര് ദൈവം അവർക്കൊരു നല്ലതിനെ വെച്ചിട്ടുണ്ടെന്ന് അവര് വിശ്വാസത്താൽ മരിച്ചെന്നാ പറയുന്നല്ലേ. അപ്പൊ ഒരു വാഗ്ദത്തം കിട്ടി മരിച്ചെന്നല്ല പറയുന്നത്, അത് നോക്കി കണ്ടുകൊണ്ട് വിശ്വാസത്താൽ മരിച്ചെന്നാ പറയുന്നത്, അല്ലെ? വായിക്കാം 11:13. ഇവരെല്ലാവരും വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ ദൂരത്ത് നിന്ന് അത് കണ്ട് അഭിവന്ദിച്ചും ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളും എന്ന് ഏറ്റുപറഞ്ഞും കൊണ്ട് വിശ്വാസത്താൽ മരിച്ചു. ഇങ്ങനെ പറയുന്നവർ ഒരു പിതൃദേശം അന്വേഷിക്കുമെന്ന് കാണിക്കുന്നു. 16-ാമത്തെ വാക്യം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വാക്യം. അവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരുന്നു. ആകയാൽ ദൈവം ഒന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. അവൻ അവർക്കായി ഒരു നഗരം ഒരുക്കിയിരിക്കുന്നുവല്ലോ. അപ്പൊ അവർക്കതെല്ലാം കിട്ടി, ഭൗതികമായ എല്ലാ കാര്യങ്ങളും കിട്ടിയെങ്കിലും അവരധികം നല്ലതിനെയാണ് പ്രതീക്ഷിച്ചത്. ഒരു നല്ല ഒരു കനാൻ ദേശത്തിന് പകരമായിട്ട്, ആ കനാൻ ദേശം എന്ന് പറഞ്ഞാൽ എല്ലാ ഫലഭൂയിഷ്ടം പാലും തേനും ഒഴുകുന്ന ഒരു ദേശം അവർക്ക് കിട്ടിയിട്ടും അതിലൊന്നും ആശ്രയിക്കാതെ ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ള ഒരു നഗരത്തിന് വേണ്ടി കാത്തുന്നു. അവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരുന്നു, അല്ലെ എന്ന് പറയുന്നുണ്ട്. ദൈവം അവർക്കായി ഒരു നഗരം ഒരുക്കിയിരുന്നു. അതിനു വേണ്ടിയാണ് അവരെ ഭൗതിക അനുഗ്രഹങ്ങളല്ല അവര് ആഗ്രഹിച്ചത്, ആ ദൈവം വെച്ചിരിക്കുന്ന അധികം, ഇത് നല്ലത് തന്നെയാണ്, നല്ലതല്ലെന്ന് പറയുന്നില്ല, അധികം നല്ലതിന് വേണ്ടിയാണ് അവർ, സ്വർഗീയമായതിനു വേണ്ടി മാത്രമാണ്
അവര് കാത്തിരുന്നത്. അതുപോലെ തന്നെ ആ അബ്രഹാമിന്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നത് ഭൗതികമായ അനുഗ്രഹങ്ങളല്ല, ആത്മീകമായ അനുഗ്രഹങ്ങളാണ്. അബ്രഹാമിലൂടെ അല്ലെ അബ്രഹാമിന്റെ അനുഗ്രഹത്തിലൂടെ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ലഭിക്കുന്ന ആത്മീയ അനുഗ്രഹങ്ങളാണ്. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ മൂന്നാമത്തെ വാക്യം എടുക്കണ്ട, 3-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും ദൈവം നിങ്ങളെ നിറച്ചിരിക്കുന്നു. അതാണ് അബ്രഹാമിന്റെ അനുഗ്രഹം. ക്രിസ്തുവിൽ ദൈവം നമ്മെ സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നിറച്ചിരിക്കുന്നു. അതിന്റെ 1:4 പറയുന്നു ദൈവം നമ്മെ തിരഞ്ഞെടുത്തു, 5 പറയുന്നു നമ്മെ ദത്തെടുത്തു, 6 പറയുന്നു നമ്മെ മുൻ നിയമിച്ചു, 7 പറയുന്നു അതിക്രമങ്ങളുടെ വീണ്ടെടുപ്പെന്ന മോചനം തന്നു, 14-ാമത്തെ വാക്യത്തിൽ പറയുന്നു ആ വാക്തത്തിന്റെ അച്ചാരമായ പരിശുദ്ധാത്മാവിനെ നമ്മെ മുദ്രയിട്ടിരിക്കുന്നു. അപ്പൊ ഈ വാക്തത്വങ്ങളെല്ലാം ലഭിക്കുന്നത് ക്രിസ്തുവിലുള്ളവർക്ക് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ അനുഗ്രഹങ്ങളെല്ലാം ലഭിക്കുന്ന ക്രിസ്തുവിലുള്ളവർക്ക് മാത്രമേ ഉള്ളൂ. ഈ അനുഗ്രഹങ്ങളുടെ എല്ലാം ഉറവിടം ദൈവം മാത്രമാണ്. അപ്പം ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രം ദൈവം കൊടുക്കുന്ന അനുഗ്രഹങ്ങളാണ് ഈ അബ്രഹാമിന്റെ അനുഗ്രഹങ്ങൾ. അത് സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളും ആണ്. അപ്പം ഇനി നമുക്ക് ഒരനുഗ്രഹം കൂടെ വെച്ചിട്ടുണ്ട്, അത് നമുക്കറിയാമോ? ഒരനുഗ്രഹം കൂടെ ദൈവം നമുക്ക് വെച്ചിട്ടുണ്ട്. അത് എഫേസ്യ ലേഖനം 1:9-10 പറയുന്നത്. വായിക്കാം, 9-10. അവനിൽ താൻ മുൻ നിർണയിച്ച തന്റെ പ്രസാദത്തിന് തക്കവണ്ണം തന്റെ ഹിതത്തിന്റെ മർമ്മം അവൻ നമ്മോട് അറിയിച്ചു. അത് സ്വർഗത്തിലും ഭൂമിയിലും ഉള്ളത് എല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്ക എന്ന കാലസമ്പൂർണതയിലെ വ്യവസ്ഥയ്ക്കായി തന്നെ. അപ്പം ഭൂമിയിലും സ്വർഗത്തിലുമുള്ളത് എല്ലാം എന്ന് വെച്ചാൽ ഇവിടെയുള്ള വിശുദ്ധന്മാരും മൺമറഞ്ഞ വിശുദ്ധന്മാരും എല്ലാവരും ഒരുമിച്ച് ക്രിസ്തുവിലായി തീരും എന്നുള്ള അവസ്ഥ. അങ്ങനെയെങ്കിൽ നമ്മളെ 1 കൊരിന്ത്യർ ലേഖനത്തിലെ പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞ ഇനി ഞാൻ നിങ്ങളോടൊരു മർമ്മം പറയാം. അതെന്താണ്? നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, അന്ത്യകാഹളത്തിങ്കൽ പെട്ടെന്ന് കണ്ണുമിക്കുന്നുണ്ടെങ്കിൽ നാം രൂപാന്തരപ്പെടും, കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷരായി ഉയർത്തെഴുന്നേൽക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കും എന്നൊരു കാര്യം അല്ലെ, ഒരു മർമ്മം നമ്മളെല്ലാവരും. അപ്പൊ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന വിശുദ്ധന്മാരും മൺമറഞ്ഞ വിശുദ്ധന്മാരും സകലവും ക്രിസ്തുവിൽ ഒന്നായി ചേർക്ക എന്ന കാലസമ്പൂർണത വ്യവസ്ഥ എന്ന ഇനി ഒരു ആത്മീയ അനുഗ്രഹങ്ങളൂടെ നമുക്ക് വെച്ചിട്ടുണ്ട്. അല്ലാതെ നമുക്ക് ഈ ഭൂമിയിൽ കിട്ടുന്ന എല്ലാ കാര്യങ്ങളും, ഒരു ദിവസം പറയുന്ന ഭൂമിയിലെ എല്ലാ മണ്ണാങ്കട്ടയും എല്ലാം നമുക്ക്, നിങ്ങൾക്കറിയാം ആരാ പറയുന്നതെന്ന്, ഇതെല്ലാം നമുക്ക് എവിടെയാ ശവക്കുഴി വരെ കൊണ്ടുപോകാൻ പറ്റുന്നത് മാത്രമേ ഉള്ളൂ. എല്ലാം അവിടെ വെച്ചേച്ച് പോകും. ബാക്കിയുള്ളതെല്ലാം സ്വർഗീയ അനുഗ്രഹങ്ങളാണ്. അതിനായിട്ടാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. അബ്രഹാമിന്റെ അനുഗ്രഹം, അബ്രഹാം എല്ലാം ലഭിച്ചിട്ടും കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളും ഉള്ളതുമായ ഒരു നഗരത്തിനായി കാത്തിരുന്നു. അവരോ നല്ലതിനെ, അധികം നല്ലതിനെ, സ്വർഗീയമായത് തന്നെ കാത്തിരുന്നു എന്ന് പറയുന്നു. അപ്പൊ അന്ന് മനുഷ്യർക്ക് മാത്രമല്ല, സമയം പോയില്ലേ, അതിന് 5 മിനിറ്റ് കൂടെ എടുത്തിട്ട് പെട്ടെന്ന് പറഞ്ഞു പോകാം. അന്ന് മനുഷ്യർക്ക് മാത്രമല്ല, സൃഷ്ടിക്കും ഒരു മാറ്റം വരും. ഇപ്പോഴും നമ്മൾ റോമാലേഖനത്തിൽ 8-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, സൃഷ്ടി ഇപ്പോൾ ഞരങ്ങിക്കൊണ്ടായിരിക്കുന്ന അവർക്കും ഒരു വീണ്ടെടുപ്പ് ഉണ്ടാവും. മനുഷ്യന് വീണ്ടെടുപ്പ് മാത്രമല്ല, സൃഷ്ടിക്കും ഒരു വീണ്ടെടുപ്പുണ്ട്. അതെന്തുകൊണ്ടാ? ദൈവത്തിന്റെ നീതിയാണ്. കാരണം മനുഷ്യന്റെ ശാപത്താലാണ് സൃഷ്ടികൾ മുഴുവൻ ശാപമായി തീർന്നത്. ഭൂമി ശപിക്കപ്പെട്ട മനുഷ്യന്റെ ശാപത്താലാണ്. അപ്പോൾ ഭൂമിക്കും ഒരു വിടുതൽ ഉണ്ട്, അല്ലെങ്കിൽ ഒരു വീണ്ടെടുപ്പ് ഉണ്ടായിത്തീരും. റോമലേഖനം 8-19 വാക്യങ്ങൾ. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യത്തിനുള്ള വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യം പ്രാപിക്കുമെന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. അപ്പം ഈ നമ്മളുടെ ഉള്ളിൽ ദൈവം ആത്മാവിനെ തന്ന് ദൈവത്തിനാൽ നടത്തുന്ന മനുഷ്യർക്ക് മാത്രമേ ഉള്ളൂ ആകാംക്ഷ ഒന്നും ഇല്ലാതെ, അപ്പൊ ഞരങ്ങിയ ഒന്നും ഇല്ലാതിരിക്കുന്ന സൃഷ്ടിയും
ജീവനില്ലാത്ത സൃഷ്ടി ഇന്നും ഞരങ്ങിക്കൊണ്ടിരിക്കുക. എന്തിനാ? ഒരു വിടുതലിന് വേണ്ടി ദൈവത്തിന്റെ ആത്മാവിനെ തന്ന നമ്മൾ ഇതുവരെ ഞരക്കം തുടങ്ങിയിട്ടേ ഇല്ല. ഞരക്കത്തിന് വേണ്ടി നാം ഒരു ഒരുക്കവും കൂടെ വേണം. ദൈവത്തിന് സ്തോത്രം. ഇനി നമ്മൾ ഇതിന്റെ രണ്ടാമത്തെ അബ്രഹാമിന്റെ അനുഗ്രഹം നമ്മൾ കണ്ടത് ഇതൊക്കെയാണ്. ഭൗതിക അനുഗ്രഹങ്ങളല്ല, ആത്മീക അനുഗ്രഹങ്ങൾ. ഇനി രണ്ടാമത്തെ അവിടെ പറയുന്ന ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്ന രണ്ട് കാര്യങ്ങൾ അവിടെ പറയുന്നത്. അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കണം, അതുപോലെ തന്നെ ആത്മാവെന്ന വാഗ്ദത്ത വിഷയം നമ്മളെ വിശ്വാസത്താൽ പ്രാപിക്കണം എന്നുള്ളതും കൊണ്ട് ഉണ്ട്. അപ്പം ആ വാഗ്ദത്ത വിഷയം ദൈവം നമുക്ക് വാഗ്ദത്തം തന്നെ. കർത്താവായ യേശു ക്രിസ്തു താൻ ഉയർത്തെഴുന്നതിന് ശേഷം സ്വർഗ്ഗാരോഹണം ചെയ്യുന്നതിന് മുമ്പേ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു. ലൂക്കോസ് 24:49 പെട്ടെന്ന് പറഞ്ഞു പോകാം. ലൂക്കോസ് 24:49 എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും, നിങ്ങളോ ഉയരത്തുനിന്ന് ശക്തി ലഭിക്കുമ്പോളം നഗരത്തിൽ പാർത്തിരിപ്പീൻ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ യോഹന്നാന്റെ സുവിശേഷം 14 പറയുന്നുണ്ട്, സത്യത്തിന്റെ ആത്മാവെന്ന കാര്യസ്ഥനെ ഞാൻ നിങ്ങളോടുകൂടെ ഇരിപ്പാനായിട്ട് അയക്കും എന്ന് പറഞ്ഞു കർത്താവ്. അതുപോലെ തന്നെ പ്രവൃത്തികളുടെ പുസ്തകം 1:4 ഇങ്ങനെ പറയുന്നുണ്ട്, ആ ഒരു യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ പിതാവിനോട് കേട്ട വാഗ്ദത്തത്തിനായി കാത്തിരിപ്പീൻ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ആ വിശ്വാസത്താലാണ് നാം പിതാവിന്റെ വാഗ്ദത്തം പ്രാപിക്കുന്നത്. ഞാൻ മുമ്പ് വായിച്ചായിരുന്നല്ലോ, എഫെസ് ലേഖനം 1:13 വായിക്കുക, 13-14. അവനിൽ നിങ്ങൾക്ക് പറഞ്ഞു പോയായിരുന്നു, അവനിൽ നിങ്ങൾക്ക് നിങ്ങളുടെ രക്ഷയെ കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും അവരിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട് സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ പരിശുദ്ധാത്മാവിനാൽ നിങ്ങളെ മുദ്രയിട്ടിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പം കർത്താവായ യേശു ക്രിസ്തു നമ്മളെ വിശ്വാസത്താലാണ് നമ്മളെ നീതീകരിച്ചത്. ആ സുവിശേഷത്തെ കേട്ട് വാഗ്ദത്തം ലഭിക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ സ്വർഗത്തിലെ അബ്രഹാമിന്റെ അനുഗ്രഹവും അതുപോലെ തന്നെ ആത്മാവെന്ന വാഗ്ദത്ത വിഷയവും. അപ്പം ക്രിസ്തുവിൽ വിശ്വസിക്കാത്തവന് ദൈവാത്മാവില്ല. അപ്പൊ കർത്താവ് ക്രൂശിൽ തൂങ്ങിയതിനാൽ നമ്മെ വിലയ്ക്ക് വാങ്ങിയിട്ട് അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുവിലൂടെ നമുക്ക് പ്രാപിക്കുന്നു. അതുപോലെ തന്നെ വാഗ്ദത്തൻ പരിശുദ്ധാത്മാവിനെ നമുക്ക് വിശ്വാസത്താൽ ലഭിക്കേണ്ടതിനുമാണ് കർത്താവ് നമുക്ക് വേണ്ടി ശാപമായി തീർന്നത്. ആ വാക്യം ഒന്നുകൂടെ വായിച്ചിട്ട് ഞാൻ അവിടെ നിർത്താം. സോറി, നമ്മൾ താമസിച്ചു പോയി. ഗലാത്യലേഖനം 3:13-14 നമ്മളതല്ലേ ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നത്, മറന്നുപോയില്ലല്ലോ. മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്ന പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നമ്മെ വിലയ്ക്ക് വാങ്ങി. അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുവേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിക്കേണ്ടത് തന്നെ. അപ്പം ക്രിസ്തുവിലൂടെ മാത്രമേ ഉള്ളൂ രക്ഷ എന്നുള്ളത്. അപ്പം അത് ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിലില്ലാതെ ഒരു ആത്മീയ അനുഗ്രഹങ്ങളും ഇല്ല. ചിലവർക്ക് രോഗസൗഖ്യം കിട്ടുമായിരിക്കും, മറ്റെന്തെങ്കിലുമൊക്കെ ഭൗതിക ഭദ്രത കിട്ടുമായിരിക്കും, അതൊന്നുമില്ല. ക്രിസ്തുവിലൂടെ മാത്രമേ വിശ്വാസം. മറ്റൊരുത്തനും രക്ഷയില്ല, രക്ഷിക്കപ്പെടുവെന്ന ആകാശനയിലും മനുഷ്യരുടെ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല, ക്രിസ്തുവിന്റെ നാമം മാത്രം. അത് ക്രിസ്തുവിലൂടെ മാത്രമേ ഉള്ള രക്ഷ, വിശ്വസിക്കുന്നവർക്ക് മാത്രമേ ഉള്ള രക്ഷ. അത് ദൈവം വാഗ്ദത്തം മൂലം നൽകിയിരിക്കുന്നതാണ്. അബ്രഹാമിന് ആ ഒരു മുൻകൂട്ടി സുവിശേഷം അറിയിച്ചു, അബ്രഹാമിലൂടെ സകല ജാതികളും ആ വിശ്വാസികൾ ആയിത്തീരും എന്നുള്ളത്. യഹൂദനെന്നോ യവനെന്നോ വ്യത്യാസമില്ല, വിശ്വസിക്കുന്ന എല്ലാവർക്കും ക്രിസ്തുവിന്റെ ദൈവത്തിന്റെ മക്കളാകുവാൻ ദൈവം അധികാരം കൊടുത്തു. ആ ദൈവത്തിന്റെ നിത്യ പരിപാടിയുടെ അല്ലെങ്കിൽ ആ ആദികാല നിത്യതയുടെ ആ വീണ്ടെടുപ്പിന്റെ ഭാഗമായി തീരുവാൻ ദൈവം നമ്മെയും തിരഞ്ഞെടുത്ത ദൈവത്തിന്റെ വലിയ കൃപകൾക്കായി സ്തോത്രം. നാം ദൈവത്തെ തിരഞ്ഞെടുത്തല്ല, ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. ആ ദൈവത്തിന്റെ കൃപകൾക്കായി സ്തോത്രം. ഈ വചനങ്ങളെല്ലാം ഓരോ ദിവസവും പഠിക്കുവാൻ ദൈവം നമുക്ക് കൃപ തരുന്ന ദൈവത്തിന്റെ വലിയ കൃപകൾക്കായി സ്തോത്രം. ഈ വചനങ്ങളെല്ലാം നമ്മുടെ ഹൃദയത്തെ പ്രസിദ്ധമാക്കുവാൻ ദൈവം നമ്മെ ഇടയാക്കി തീർക്കട്ടെ. ദൈവത്തിന്റെ സ്തോത്രം.